വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഫെയർ വാല്യൂ മാസ്റ്റർ ക്ലാസ് ആണ്. ഈ ഒരു മാസ്റ്റർ ക്ലാസ്സിൽ വാട്ട് ഈസ് എഫ് ഇ ജി, വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് എഫ് ഇ ജി, അതുപോലെ വാലിഡ് ആയിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്സിൻ്റെ ഫോർമേഷൻ മനസ്സിലാക്കി ഹൈ പ്രൊബബിൾ എഫ് ഇ ജീസ് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതുപോലെ ലോവർ പ്രൊബബിലിറ്റി എഫ് ഇ ജീസ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, കൂടാതെ ടൈം ഫ്രെയിംസിൻ്റെ ബേസിൽ എഫ് ഇ ജിയെ ക്ലാസിഫൈ ചെയ്ത് എങ്ങനെ ബെറ്റർ എൻട്രി എടുക്കാം എന്നതെല്ലാമാണ് ഇന്നത്തെ സെഷൻ്റെ കോർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ, അതായത് ഇൻട്രോയ്ക്ക് മുന്നോടിയായിട്ട് നമുക്കൊരു ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് എഫ് ഇ ജിയുടെ ഒരു സിമ്പിൾ ലോജിക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെയിൻ കാണാം. ഈ ചെയിൻ എന്ന് പറയുന്നത് ഫുള്ളി ബാലൻസ്ഡ് ആണ്. അതായത് ചെയിന് ഓരോന്നുമായിട്ട് ടച്ചഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ചെയിന് ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, നല്ലപോലെ നിൽക്കുന്ന ഒരു ചെയിന് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെയിന് ഇംബാലൻസ്ഡ് ആണ്. അതായത് മുകളിൽ നിന്നോ താഴെ നിന്നോ ഒരു പ്രഷർ കാരണം ചെയിന് ബ്രേക്കായി അവിടെ എന്താണ്, അവിടെ ഒരു ഗ്യാപ്പ് ഫോമായി. ഓക്കെ, ഇനി ഈ ചെയിൻ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഓക്കെ, ഈ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഏരിയനെ റീബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ സെയിം ലോജിക്ക് തന്നെയാണ് നമ്മൾ ചാർട്ടിലും അപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അങ്ങനെ നമ്മളുടെ മാസ്റ്റർ ക്ലാസ് സെഷനെ നമ്മൾ 2 പാർട്ടാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തും കൊണ്ടാണ് നമ്മളുടെ ക്ലാസ് മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്തായത്, ഹയർ ആൻഡ് ലോവർ പ്രൊബബിലിറ്റി എഫ് ഇ ജി ഫോർമേഷനാണ്, അതായത് ക്രിയേഷനാണ്. എഫ് ഇ ജീസിൻ്റെ ക്രിയേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഹയർ പ്രൊബബിലിറ്റിയും ലോവർ പ്രൊബബിലിറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായിരിക്കും നമ്മളുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൽ ഹയർ പ്രൊബബിലിറ്റി എഫ് ഇ ജീസിൻ്റെ സെറ്റപ്പ്, ദാറ്റ് മീൻസ് നമ്മളുടെ എൻട്രി ക്രൈറ്റീരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു വോൾ മാസ്റ്റർ ക്ലാസ് സെഷനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹയർ ആൻഡ് ലോവർ പ്രൊബബിലിറ്റി എഫ് ഇ ജി ഫോർമേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ക്രിയേഷൻ, അതുപോലെ തന്നെ ഹയർ പ്രൊബബിലിറ്റി എഫ് ഇ ജി സെറ്റപ്പ് ഫോർ ദ പർപ്പസ് ഓഫ് എൻട്രി ക്രൈറ്റീരിയ ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഫസ്റ്റ് പാർട്ടിലേക്ക് നോക്കിയാൽ ഹയർ ആൻഡ് ലോവർ പ്രൊബബിലിറ്റി എഫ് ഇ ജി ഫോർമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എഫ് ഇ ജിൻ്റെ ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നോക്കണം. നമ്മളൊരു 3 പോയിൻറ്റ്സിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ് നമ്മൾ നോക്കിയാൽ, എ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈസ് എ പ്രൈസ് ഇംബാലൻസ് കോസ്ഡ് ബൈ അഗ്രസീവ് ബൈയിങ് ഓർ സെല്ലിങ്. നമ്മൾ ചെയിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ അഗ്രസീവായിട്ട് ബൈയിങ്ങോ അഗ്രസീവായിട്ട് സെല്ലിങ്ങോ വരുന്ന സമയത്താണ് ഇതുപോലെ ഒരു എഫ് ഇ ജി അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് കാൻഡിൽസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഫോം ആവുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കിയാൽ എന്താണ്, ഇറ്റ്സ് അപ്പിയർ എ 3 കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. ഒരു 3 കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ മുഖേനയാണ് ഇത് ഫോം ചെയ്യപ്പെടുന്നത്. ദെൻ ദ മിഡിൽ കാൻഡിൽ മൂവ് സോ ഫാസ്റ്റ് ദെൻ ഇറ്റ് ലീവ്സ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് കാൻഡിൽസ് വീക്ക്. എന്താണ്, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെയും തേർഡ് ക്യാൻഡിലിൻ്റെയും ഇടയിലായിട്ട്, അതായത് സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഷൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു അഗ്രസീവ്നെസ് വരുന്നത് സെക്കൻഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ മിഡിൽ ക്യാൻഡിലാണ്. അങ്ങനെ ഒരു ഇംബാലൻസ് സംഭവിക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലിനും ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഇംബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എഫ് ഇ ജീസ് ആർ ക്ലാസിഫൈഡ് ബുള്ളിഷ് എഫ് ഇ ജി ആൻഡ് ബെയറിഷ് എഫ് ഇ ജി. അതുപോലെ തന്നെ കളർ ഡസിൻ്റെ മാറ്റർ, എഫ് ഇ ജീസിനെ ബുള്ളിഷായിട്ടും ബെയറിഷായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ കളർ ഡസിൻ്റെ മാറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു ഡെഫിനിഷൻ 3 പോയിന്റ്സ് ആക്കി നമ്മൾ പറഞ്ഞ ഈ ഒരു ഡെഫിനിഷനെ നമ്മൾ പിക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ ബുള്ളിഷ് സെനാരിയോയിൽ നമുക്കൊരു ബുള്ളിഷ് എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും നമുക്ക് എന്താണ്, ബുള്ളിഷ് ക്യാൻഡിലോട് കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളുടെ ബുള്ളിഷ് എഫ് ഇ ജി എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ബെയറിഷ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ബുള്ളിഷ് എഫ് ഇ ജിയിൽ എന്താണ്, ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും നമുക്ക് ബുള്ളിഷ് ആയിട്ടും തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് ബെയറിഷ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വൈസ് വേഴ്സ നമ്മൾ ബെയറിഷ് സെനാരിയോ നോക്കിയാൽ എന്താണ്, ഇവിടെ ഒരു ബെയറിഷ് സെനാരിയോയിൽ ഒരു ബെയറിഷ് എഫ് ഇ ജി നമുക്ക് കിട്ടിയത് 3 കൺസിക്യൂട്ടീവ് ക്യാൻഡിൽസും നമുക്ക് എന്താണ്, ബെയറിഷ് ക്യാൻഡിലായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ എന്താണ്, ഇവിടെ ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും നമുക്ക് ബെയറിഷും തേർഡ് ക്യാൻഡിൽ എന്താണ്, ബുള്ളിഷോ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് ബുള്ളിഷാണ്, സെക്കൻഡ് ആൻഡ് തേർഡ് ക്യാൻഡിലും എന്താണ്,
നമുക്ക് ബെയറിഷ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ കാണിച്ച ഈ പിക്ചറൈസ് വെച്ച് നമ്മൾ ഓരോ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഡെഫിനിഷൻ ഒന്നും കൂടി നോക്കാം. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈസ് എ പ്രൈസ് ഇംബാലൻസ് കോസ്ഡ് ബൈ അഗ്രസീവ് ബൈയിങ് ഓർ സെല്ലിങ്. ഇവിടെ നിങ്ങൾ ബുള്ളിഷ് സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, മുകളിലേക്ക് ബൈയിങ് പ്രഷർ വരുന്നത് മൂലമാണ് ഇതുപോലെ ബുള്ളിഷ് എഫ്ഇജീസ് ക്രിയേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ എന്താണ്, ബെയറിഷ് എഫ്ഇജീസ് വരുന്നത് എന്താണ്, അഗ്രസീവായിട്ടുള്ള സെല്ലിങ് വരുന്നത് കാരണമാണ് താഴേക്ക് എന്ത് വരുന്നത്, ഒരു ബെയറിഷ് ആയിട്ടുള്ള എഫ്ഇജി വരുന്നത്. അതുപോലെ എന്താണ്, ഇറ്റ് അപ്പിയർസ് എ 3 candlestick പാറ്റേൺ, 1 2 3 1 2 3 3 candlestick പാറ്റേൺ പ്രകാരമാണ്. അതുപോലെ തന്നെ ദ കാൻഡിൽ പാറ്റേൺ വേർ ദ മിഡിൽ കാൻഡിൽ മൂവ് സോ ഫാസ്റ്റ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദ മിഡിൽ ക്യാൻഡിലായിരിക്കും ഒരു എക്സ്പാൻഷൻ ക്യാൻഡിൽ. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് ക്ലോസ് ചെയ്തത് മിഡിൽ ക്യാൻഡിലായിരിക്കും. അതുപോലെ എന്താണ്, ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിൽ ടച്ച് ഉണ്ടാവില്ല. ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിലുള്ള ഗ്യാപ്പ് ആയിരിക്കും ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, എഫ്ഇജീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബെയറിഷ് എഫ്ഇജി. അതുപോലെ തന്നെ കളർ ഡസിൻ്റെ മാറ്റർ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കളർ ഡസിൻ്റെ മാറ്റർ. ഓക്കെ, അതിപ്പം ഏത് കോമ്പിനേഷനിലും ആണെങ്കിൽ എന്താണ്, നമുക്ക് മുകളിലേക്കാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ മുകളിലേക്കാണ് നമുക്ക് എഫ്ഇജി കിട്ടുന്നത്. അതായത് ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിൽ നമുക്കൊരു മുകളിലേക്ക് ഒരു ബൈയിങ് പ്രഷറോട് കൂടിയാണ് കിട്ടുന്നതെങ്കിൽ അതിനൊരു ബുള്ളിഷ് എഫ്ഇജിയും, താഴേക്കാണ് നമുക്കൊരു സെല്ലിംഗ് പ്രഷറോട് കൂടി കിട്ടുന്ന എഫ്ഇജീസിനെ നമ്മൾ ബെയറിഷ് എഫ്ഇജി എന്ന് പറയും. നമ്മൾ കളർ ഡസിൻ്റെ മാറ്റർ. പല ആളുകളും പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഒരു ബുള്ളിഷ് എഫ്ഇജി എന്ന് പറയുമ്പോൾ പ്യുവറായിട്ട് നമുക്കൊരു 3 ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ കിട്ടണം. ഓക്കെ, ഇത് രണ്ടും എന്താണ്, ഇൻവാലിഡ് ആണ്. അതുപോലെ എന്താണ്, ചില ആളുകൾ പറയുന്നത് ബെയറിഷ് എഫ്ഇജി എന്ന് പറയുന്നത് എന്താണ്, ബെയറിഷ് എഫ്ഇജി പ്രോപ്പറായിട്ടുള്ളൊരു എഫ്ഇജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ബെയറിഷ് എഫ്ഇജി എന്ന് പറയുന്നത് 3 ബെയറിഷ് ക്യാൻഡിൽ തന്നെ വേണം. വെറും റോങ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, കളർ ഡസിൻ്റെ മാറ്റർ. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മാർക്കറ്റിൽ ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം എന്ന് പറയുന്നത് പോലെ യൂട്യൂബിനും ഒരു അൽഗോരിതം ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് ആത്മാർത്ഥമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അങ്ങനെ നമ്മൾ എന്താണ് എഫ്ഇജി എന്ന് ഡെഫിനിഷൻ ബേസിലും പിക്ചർ ബേസിലും നമ്മൾ പറഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ക്രിയേഷൻ ഓഫ് എഫ്ഇജിയിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എഫ്ഇജി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എഫ്ഇജി എന്ന് പറയുന്ന ഒരു 3 candlestick പാറ്റേൺ ആണ്. അതിൻ്റെ ഫസ്റ്റ് ക്യാൻഡിലിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ക്രിയേഷൻ ക്യാൻഡിൽ എന്നും സെക്കൻഡ് ക്യാൻഡിലിനെ നമ്മൾ ഗ്യാപ്പ് ക്രിയേഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ക്യാൻഡിൽ എന്നാണ് വിളിക്കുന്നത്. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ക്യാൻഡിൽ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ക്രിയേഷൻ ക്യാൻഡിൽ. അതായത് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പാണ്, അതായത് ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അതുകൊണ്ട് നമ്മളുടെ മിഡ് ക്യാൻഡിലിനെ അല്ലെങ്കിൽ സെക്കൻഡ് ക്യാൻഡിലിനെ നമ്മൾ വിളിക്കുന്നത് എക്സ്പാൻഷൻ ക്യാൻഡിൽ എന്നും, അതുപോലെ തേർഡ് ക്യാൻഡിലിനെ നമ്മൾ കൺഫോമിങ് ക്യാൻഡിൽ എന്നുമാണ് വിളിക്കുന്നത്. കൺഫോമിങ് ക്യാൻഡിൽ എന്ന് വിളിക്കാൻ കാരണം ആ എഫ്ഇജിയെ കൺഫോം ചെയ്യുന്നത് തേർഡ് ക്യാൻഡിലാണ്. വൈസ് വേഴ്സ നമ്മൾ ബെയറിഷ് സെനാരിയോയിൽ നോക്കുമ്പോഴും ഇതുപോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ക്രിയേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ ക്യാൻഡിൽ, അതുപോലെ തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് കൺഫോമിങ് ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ കീ പോയിന്റ്സിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ബുള്ളിഷ് ആയിട്ടൊരു എഫ്ഇജി ക്രിയേറ്റ് ആവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലും ക്രിയേറ്റ് ആയി, സെക്കൻഡ് ക്യാൻഡിലും ക്രിയേറ്റ് ആയി. തേർഡ് ക്രിയേറ്റ് ആയ ക്യാൻഡിൽ എന്ത് ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തും കൊണ്ടാണ് നമുക്കിവിടെ ഒരു എഫ്ഇജി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു അവസാനം ക്രിയേറ്റ് ആയിട്ടുള്ള ഈ ഒരു തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ക്യാൻഡിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു എഫ്ഇജി ക്രിയേറ്റ് ആവുകയാണ്. ബുള്ളിഷ് സെനാരിയോ ആണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് 2 ഒരു ക്യാൻഡിൽസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, തേർഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയത് എന്ത് ബേസിലാണ്, തേർഡ് ക്യാൻഡിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്, ഒക്കെ എഫ്ഇജി ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലിന് ശേഷം തേർഡ് ക്യാൻഡിൽ എന്താണ്, മുകളിൽ നിന്ന് അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് റിജക്ഷൻ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന രീതിയിൽ, സെല്ലിംഗ് പ്രഷർ കാണിച്ച് ക്ലോസ് ചെയ്ത രീതിയിലുള്ള ഒരു ക്യാൻഡിൽ ഫോർമേഷനോട് കൂടിയാണ് ഇവിടെ തേർഡ് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും 2 ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. തേർഡ് ക്യാൻഡിൽ ഫോം ആയത് എന്താണ്, ഒരു ഇൻവേർട്ടഡ് ഹാമർ എന്നുള്ള രീതിയിൽ, അതായത് ഒരു റിവേഴ്സൽ ഇൻഡിക്കേഷനിലാണ് ഇവിടെ എഫ്ഇജി ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, മുകളിൽ നിന്ന് അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന്
നല്ല രീതിയിൽ റിജക്ഷൻ താഴേക്കുള്ള രീതിയിലായിട്ടാണ് ക്ലോസ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, 2 ക്യാൻഡിൽ ഫോമായി. തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് താഴേന്ന്, അതായത് ബോട്ടംത്ത് നിന്ന് നല്ല രീതിയിൽ റിജക്ഷനോട് കൂടിയിട്ടാണ് ഇവിടെ FEG ഫോം ആയിട്ടുള്ളത്. ഓക്കെ, തേർഡ് ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, ഫസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ എന്താണ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലാണ്. അതായത് സെക്കൻഡ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഡൊമിനൻസി കാണിച്ച രീതിയിലാണ് ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുള്ളത്. സെക്കൻഡ് സെനാരിയോയിൽ എന്താണ്, സെക്കൻഡ് സെനാരിയോയിൽ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈ ബോഡിയോടുകൂടി ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, മുകളിൽ നിന്ന് നല്ല രീതിയിൽ ഒരു റിജക്ഷനോട് കൂടിയിട്ടാണ് പ്രൈസ് താഴേക്ക് ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, തേർഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ നോക്കിയാൽ ഒരുപാട് നല്ല രീതിയിൽ മുകളിൽ നിന്ന് ഒരു റിജക്ഷനോട് കൂടിയിട്ടാണ് ക്ലോസ് ആയിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒരു FEG കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്താണ്, ഈ ഒരു സെനാരിയോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ എന്താണ്, താഴെയെന്ന് നല്ല രീതിയിൽ ഒരു റിജക്ഷനോട് കൂടിയിട്ടാണ് നമുക്ക് ക്യാൻഡിൽ ക്ലോസ്, തേർഡ് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ FEGയും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കീ പോയിന്റ് നമ്മൾ വായിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ദ തേർഡ് ക്യാൻഡിൽ ഇൻ ദ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആക്ട് ആസ് എ കീ ഇൻഡിക്കേറ്റർ ഓഫ് വെദർ ദ ഗ്യാപ്പ് വിൽ ബി ഫിൽഡ് ഓർ റിമെയിൻ അൺഫിൽഡ് ആൻഡ് ഇറ്റ് ഈസ് ഫോർമേഷൻ ഡിറ്റർമൈൻഡ് ദ പ്രോബബിലിറ്റി വെയിറ്റ് ഓഫ് ദ ഗ്യാപ്പ് ബീയിങ് ഫിൽഡ്. ഇതിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുക ആണെങ്കിൽ എന്താണ്, ഒരു FEGയിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ തേർഡ് ക്യാൻഡിൽ, അതായത് ആ കൺഫോമിങ് ക്യാൻഡിൽ. ഈ കൺഫോമിങ് ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമോ അല്ലെങ്കിൽ ഫില്ല് ചെയ്യാതിരിക്കുമോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ എന്താണ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ക്യാൻഡിലോട് കൂടിയാണ് ക്ലോസ് ആയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ക്യാൻഡിലും ഫോമായി, സെക്കൻഡ് ക്യാൻഡിലും ഫോമായി, തേർഡ് ക്യാൻഡിൽ ഫോമായത്, അതായത് തേർഡ് ക്യാൻഡിലിനെ നമ്മൾ വിളിക്കുന്ന പേര് കൺഫോമിങ് ക്യാൻഡിലാണ്. ഫസ്റ്റ് ക്യാൻഡിലിനെ നമ്മൾ വിളിക്കുന്നത് ക്രിയേഷൻ ക്യാൻഡിലാണ്. സെക്കൻഡ് ക്യാൻഡിലിനെ നമ്മൾ വിളിക്കുന്നത് എക്സ്പാൻഷൻ ക്യാൻഡിലാണ്. തേർഡ് ക്യാൻഡിൽ നമ്മൾ വിളിക്കുന്നത് കൺഫോമിങ് ക്യാൻഡിലാണ്. ഇവിടെ കൺഫോമിങ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ക്യാൻഡിലോട് കൂടിയിട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്, ഇത് തിരിച്ച് ഈ ഒരു FEGയിലേക്ക് വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണോ കുറവാണോ? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, റിജക്ഷൻ ക്യാൻഡിലാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് നമുക്ക് കൺഫോമിങ് ക്യാൻഡിലായിട്ട് കിട്ടിയിട്ടുള്ളത്. റിജക്ഷൻ എവിടെ നിന്നാണ്, ബോട്ടത്തിൽ നിന്ന്. ഫസ്റ്റ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയി, സെക്കൻഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയി, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് താഴേന്ന്, അതായത് നല്ല രീതിയിലുള്ളൊരു ബൈയിങ് പ്രഷറും താഴേന്ന് മുകളിലേക്ക് കിട്ടിയിട്ട് ആയിട്ടാണ് നമുക്ക് എന്താണ്, ഒരു ഹാമർ എന്നുള്ള രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ഈ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈ ബോഡിയോടുകൂടി ബ്രേക്ക് ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതും എന്താണ്, സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ബോഡിയോടുകൂടി തേർഡ് ക്യാൻഡിൽ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈ ബോഡിയോടുകൂടി ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഡൊമിനൻസിയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ എന്താണ്, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് തേർഡ് എന്താണ്, തേർഡ് എന്ന് പറയുന്നത് റിജക്ഷൻ ക്യാൻഡിൽ അറ്റ് ടോപ്പ്. അതായത് നമുക്ക് ഇവിടെ നിന്ന് റിജക്ഷൻ വന്നിട്ടില്ല, അതായത് നമ്മളുടെ കൺഫോമിങ് ക്യാൻഡിൽ നമ്മൾ എപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൺഫോമിങ് ക്യാൻഡിലാണ്. തേർഡ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആയിട്ടുള്ളത് എന്താണ്, റിജക്ഷൻ ക്യാൻഡിലായിട്ടാണ്. ഈ റിജക്ഷൻ വന്നത് ടോപ്പിൽ നിന്ന് താഴേക്ക് റിജക്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കൂ, സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈയിനെ ബോഡിയോടുകൂടി ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇതിന് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈയിനെ ബോഡിയോടുകൂടി ക്ലോസ് ആയിട്ടുള്ള വിക്കോട് കൂടിയിട്ടുള്ളൊരു ബ്രേക്കാണ് കിട്ടിയിട്ടുള്ളത്. വിക്കോട് കൂടിയിട്ടുള്ള ബ്രേക്കിനെ നമ്മൾ സ്വീപ്പ് ആയിട്ടാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അവിടെ ഒരു വീക്ക്നെസ് ആണ്, അല്ലെങ്കിൽ ഫെയിൽ ടു ക്ലോസ്, അല്ലെങ്കിൽ വീക്ക്നെസ് ആണ് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നെക്സ്റ്റ് നമ്മൾ 1 2 3 പറഞ്ഞു. 4 എന്ന് പറയുന്നത് എന്താണ്, കൺസോൾട്ടേഷൻ ക്യാൻഡിലായിട്ടാണ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ ക്യാൻഡിലാണ്. അതായത് നമ്മുടെ കൺഫോർമേഷൻ ക്യാൻഡിൽ നമുക്ക് ബോഡി ക്ലോസ് കിട്ടി. അതായത് എന്താണ്, സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈയിനെ ബോഡിയോട് ക്ലോസും കിട്ടിയിട്ടുണ്ട്, ബോഡിയോട് ക്ലോസ് കിട്ടാതെ വിക്കോട് കൂടിയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ്, കൺസോൾട്ടേഷൻ ക്യാൻഡിലായിട്ടും നമുക്ക് എന്താണ്, തേർഡ് ക്യാൻഡിൽ കിട്ടാം. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവസാനമായിട്ട് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ടും കിട്ടും.
ഓക്കെ, അതായത് ക്രിയേഷൻ ക്യാൻഡിൽ, എക്സ്പാൻഷൻ ക്യാൻഡിൽ, അതുപോലെ കൺഫേമിംഗ് ക്യാൻഡിൽ നമുക്കൊരു ഇൻഡിസിഷൻ ആയിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ടോട്ടലി പറഞ്ഞു വെക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഒരു എഫ് ഇ ജിയുടെ അല്ലെങ്കിൽ ഒരു എഫ് ഇ ജി എന്ന് പറയുന്നത് 3 ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ക്രിയേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് കൺഫേമിംഗ് ക്യാൻഡിൽ. നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഈ കൺഫേമിംഗ് ക്യാൻഡിലാണ്. ഈ കൺഫേമിംഗ് ക്യാൻഡിലാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ എഫ് ഇ ജി ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെനാരിയോ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലാണ് നമുക്ക് കൺഫേമിംഗ് ക്യാൻഡിലായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ഈ ഒരു തേർഡ് ക്യാൻഡിലായിട്ടുള്ള കൺഫേമിംഗ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, അവിടെ ഡൊമിനൻസി വളരെ കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിജക്ഷൻ ക്യാൻഡിൽ അറ്റ് ബോട്ടമാണ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കണമെങ്കിൽ ഇതാണ് നമ്മളുടെ റിജക്ഷൻ ക്യാൻഡിൽ അറ്റ് ബോട്ടം എന്ന് പറയുന്നത്. അതായത് ഇവിടെ തേർഡ് ക്യാൻഡിലായിട്ടുള്ള കൺഫേമിംഗ് ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബോഡിയോട് കൂടി ബ്രേക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെയെന്ന് നല്ല രീതിയിലൊരു ബൈയിങ് പ്രഷറോട് കൂടിയിട്ടൊരു റിജക്ഷനും കൂടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്, ഇതും ഒരു ലോവർ പ്രോബബിലിറ്റി ആയിരിക്കും. ഓക്കെ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, റിജക്ഷൻ ക്യാൻഡിൽ അറ്റ് ടോപ്പ്. ഓക്കെ, റിജക്ഷൻ ക്യാൻഡിൽ അറ്റ് ടോപ്പാണ്. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, അതായത് കൺഫേമിംഗ് ക്യാൻഡിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ആ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ഫെയിൽ ടു ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതിനർത്ഥം അവിടെ ഒരു വീക്ക്നെസ് ഉണ്ട്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് നല്ല രീതിയിലൊരു റിജക്ഷനും ഉണ്ട്. അതിനർത്ഥം എന്താണ്, ഒരു 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 കണ്ടിന്യൂഷൻ അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടെന്താണ്, ഇത് ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ചിലപ്പം വളരെയധികം കൂടുതലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിൽ. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിലാണ് കിട്ടിയിട്ടുള്ളത്. അതായത് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിസിഷൻ. ഓക്കെ, അതുകൊണ്ട് എന്താണ്, അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന എഫ് ഇ ജിസും എന്താണ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, കൺഫോർമേഷൻ ക്യാൻഡിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിലും എന്താണ്, അത് ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലോജിക്ക് നോക്കിയാൽ, ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ലോജിക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ എന്താണ്, നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് എന്താണ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മളുടെ തേർഡ് കൺഫേമിംഗ് ക്യാൻഡിൽ നമുക്ക് എന്താണ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബോഡിയോടുകൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്താണ്, ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു എഫ് ഇ ജി ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, കുറവ് മീൻസ് എന്താണ്, ഏതൊരു എഫ് ഇ ജിയും ഫില്ല് ചെയ്യപ്പെടും. പക്ഷെ എന്താണ്, ഓൺ ദ സ്പോട്ട് ഫില്ലാവാനുള്ള പ്രോബബിലിറ്റി അവിടെ വളരെ കുറവായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം പീരീഡോടുകൂടി ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അവിടെ കുറവായിരിക്കും. കാരണം എന്താണ്, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു സ്ട്രോങ്നെസ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എന്താണ്, ഒരു ഡൊമിനൻസിയാണ് കാണുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു റിജക്ഷൻ ക്യാൻഡിലാണ്. ഓക്കെ, റിജക്ഷൻ ക്യാൻഡിലാണ്. ഇവിടെ റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ റിജക്ഷൻ സംഭവിച്ച സ്ഥലം കൂടി നിങ്ങൾ നോക്കണം. ഇവിടെ റിജക്ഷൻ സംഭവിച്ചത് ബോട്ടത്തിൽ നിന്നാണ്, അതായത് താഴെ നിന്നാണ് റിജക്ഷൻ സംഭവിച്ചിട്ടുള്ളത്. അതായത് താഴെ നിന്ന് മുകളിലേക്ക് റിജക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ബൈയേഴ്സിൻ്റെ മൊമെൻ്റാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ നോക്ക് നിങ്ങൾ, സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബോഡിയോടുകൂടി ക്ലോസും കിട്ടിയിട്ടുണ്ട്. അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും ഒരു ബൈയിങ് മൊമെൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടിയിട്ടുള്ള എഫ് ഇ ജി ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പം നെക്സ്റ്റ് മൂന്നാമത്തേത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, വീണ്ടും റിജക്ഷൻ ക്യാൻഡിലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, റിജക്ഷൻ ക്യാൻഡിലാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ റിജക്ഷൻ ക്യാൻഡിൽ എവിടെ നിന്നാണ് റിജക്ഷൻ സംഭവിച്ചിട്ടുള്ളത്, ടോപ്പിൽ നിന്നാണ്. ടോപ്പിൽ നിന്ന് റിജക്ഷൻ സംഭവിക്കുക എന്ന് പറയുമ്പോൾ അവിടെ സെല്ലിംഗ് പ്രഷറാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബോഡിയോടുകൂടി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല, വിക്കോട് കൂടിയാണ് ബ്രേക്ക് ചെയ്തത്. വിക്കോട് കൂടി ബ്രേക്ക് ചെയ്യുക പറയുമ്പം അവിടെ വീക്ക്നെസ് ആണ് കാണുന്നത്. അപ്പോൾ എന്താണ്, മുകളിലേക്ക് പോകുന്ന ആ ഒരു മൊമെൻറ്റത്തിൻ്റെ രണ്ട് രീതിയിലുള്ള വീക്ക്നെസ് ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒന്ന് എന്ന് പറയുന്നത് റിജക്ഷൻ,
മുകളിലേക്കുള്ള ആ ഒരു പോക്കിന് തടയിടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു റെസിസ്റ്റ് പോലെയായിട്ടോ റിജക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബോഡിയോടുകൂടി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു FEG ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഹയർ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസോൾട്ടേഷൻ ആണ്. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിലാണ്. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിലായിട്ടുള്ള കൺഫോമിങ് ക്യാൻഡിൽ നമുക്ക് എന്താണ് ഒരു കൺസോൾട്ടേഷൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഈ കൺസോൾട്ടേഷൻ ക്യാൻഡിലിൽ ഹൈ ബ്രേക്ക് ചെയ്യപ്പെടാം, ബ്രേക്ക് ചെയ്യാതിരിക്കാം. ഓക്കെ, പക്ഷെ മനസ്സിലാക്കാം, കൺസോൾട്ടേഷൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കൺസോൾട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ലോയും ലിക്വിഡിറ്റി ആയിരിക്കും, ഹൈയും ലിക്വിഡിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്താണ് നമ്മളുടെ ഈ FEGയും ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ് എന്നുകൂടി വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിഫ്ത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ബയേഴ്സും സെല്ലേഴ്സും എന്താണ് കൺഫ്യൂസ്ഡ് ആണ്. അതായത് നമ്മളുടെ ക്രിയേഷൻ ക്യാൻഡിൽ, എക്സ്പാൻഷൻ ക്യാൻഡിൽ, നമ്മളുടെ കൺഫോമിങ് ക്യാൻഡിൽ ഇൻഡിസിഷനോട് കൂടിയിട്ടാണ് കിട്ടുന്ന മിക്ക ഇൻഡിസിഷൻ ക്യാൻഡിൽസും എന്തായിരിക്കും സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബോഡിയോട് കൂടി ബ്രേക്ക് ചെയ്യാതെ ഒരു വിക്കോട് കൂടി ഒരു ഫെയിൽ ടു ക്ലോസ് ആയിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്താണ് അതും ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ് എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. ഇപ്പം ഞാനിവിടെ ലോജിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളത് ബുള്ളിറ്റ് സെനാരിയോയിലാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ബെയറിഷ് സെനാരിയോയിൽ റീതിങ്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഈ ഒരു പാർട്ട് 1 FEG ഫോർമേഷൻ്റെ കൺക്ലൂഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത കീ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് കളർ ഡസിൻ്റെ മാറ്റർ. ഓക്കെ, FEGസിന് കളർ ഡസിൻ്റെ മാറ്റർ. പല കളർ കോമ്പിനേഷൻസിലും വന്നാൽ ഒരു കുഴപ്പമില്ല. പല കളർ എന്ന് പറഞ്ഞാൽ 2 കളറേ ഉള്ളൂ, ബുള്ളിഷും ബെയറിഷും. ഓക്കെ, അപ്പോൾ ആ കളർ കോമ്പിനേഷനിൽ വരികയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആയിട്ടുള്ള ക്യാൻഡിലാണ്. അതായത് ഒരു FEG എന്ന് പറഞ്ഞാൽ 3 ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ക്രിയേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് കൺഫോമിങ് ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെ ബുള്ളിഷിലായാലും ബെയറിഷിലായാലും ഈ തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു ക്യാൻഡിൽ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു തേർഡ് ക്യാൻഡിൽ എങ്ങനെ വരണം? ഓക്കെ, തേർഡ് ക്യാൻഡിൽ ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിലാണോ, അതല്ലെങ്കിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലോ, അല്ലെങ്കിൽ എന്താണ് മുകളിൽ നിന്ന് നല്ല രീതിയിലൊരു റിജക്ഷൻ വരണം. ബുള്ളിറ്റ് സെനാരിയോയിൽ, ബെയറിഷ് സെനാരിയോയിൽ എന്താണ് താഴേന്ന് ബോട്ടത്തുനിന്ന് നല്ല രീതിയിലുള്ള റിജക്ഷൻ വരണം. എന്നിരുന്നാൽ പോലും എന്താണ് ഒരു ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഒരു FEG എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും തേർഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ കൺഫോമിങ് ക്യാൻഡിലോ, ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിലോ, അല്ലെങ്കിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഓക്കെ, എന്താണ് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും സ്വീപ്പ് ചെയ്യാൻ മാർക്കറ്റ് എപ്പോഴും വില്ലിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈ സ്വീപ്പ് ചെയ്യുമ്പോഴോ ലോ സ്വീപ്പ് ചെയ്യുമ്പോഴോ FEG മിറ്റിഗേറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അവിടെ വളരെയധികം കൂടുതൽ കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വിക്ക് ബ്രേക്ക്, നോട്ട് ക്യാൻഡിൽ ബോഡി ബ്രേക്ക്. ഒക്കെ എന്താണ് ഒരു ക്യാൻഡിലിൻ്റെ, അതായത് ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. സെക്കൻഡ് ക്യാൻഡിലിനെ നമ്മൾ എക്സ്പാൻഷൻ ക്യാൻഡിൽ എന്നാണ് പറയുന്നത്. ഈ എക്സ്പാൻഷൻ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുക. ഓക്കെ, 2 രീതിയിൽ ബ്രേക്ക് ചെയ്യാം. എങ്ങനെ? ഒന്ന് വിക്കോട് കൂടി ബ്രേക്ക് ചെയ്യാം, ഒന്ന് ബോഡിയോട് കൂടി ബ്രേക്ക് ചെയ്യാം. ഈ ബോഡിയോട് കൂടി ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഡൊമിനൻസിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വിക്കോട് കൂടിയാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ വീക്ക്നെസ് ആണ്, ഫെയിൽ ടു ക്ലോസ് ആണ്, അതായത് ഒരു ലിക്വിഡിറ്റി സ്വീപ്പാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അവിടെ വീക്ക്നെസ് ആണ് കാണുന്നത്. അപ്പോൾ എന്താണ് നമ്മളെപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ബോഡി ബ്രേക്കിനേക്കാൾ നല്ലത് നമുക്കൊരു ബോഡി ബ്രേക്ക് അല്ലെങ്കിൽ ഒരു വിക്ക് ക്ലോസോ അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ഇൻസൈഡിലായിട്ടോ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതും ഹയർ പ്രോബബിലിറ്റിക്ക് ബാധകമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇപ്പം ഒരു സ്ട്രോങ് ക്യാൻഡിലാണ് ബ്രേക്ക് അല്ലെങ്കിൽ ഫോം ആവുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സെനാരിയോയിൽ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മളുടെ ഈ ഒരു സെനാരിയോയിൽ, ഓക്കെ, ഇവിടെ ഈ ഒരു സെനാരിയോയിൽ നമുക്കെന്താണ് ഇവിടെ 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഈ 3 ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുന്നത് ഒരു ക്യാൻഡിൽ ക്ലോസോട് കൂടി എന്താണ് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇത്തരം ക്യാൻഡിൽസിനെ നമ്മൾ ബ്രേക്ക് അവേ ഗ്യാപ്സ് എന്നാണ് പറയാറ്. ഓക്കെ, ബ്രേക്ക് അവേ ഗ്യാപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഫസ്റ്റ് ക്യാൻഡിൽ ഫോമായി. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ ഫോമായി
അതായത് ക്രിയേഷൻ ക്യാൻഡിൽ നമ്മൾ ബെയറിഷ് സെനാരിയോയിലാണ് പറയുമെങ്കിൽ ഫസ്റ്റ് ക്രിയേഷൻ ക്യാൻഡിൽ ഫോമായി, സെക്കൻഡ് ഒരു എക്സ്പാൻഷൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആയി, തേർഡ് എന്ന് പറയുന്നത് ക്രൂഷ്യലായിട്ട് ക്രൂഷ്യലായിട്ട് തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ക്രൂഷ്യലാണ്. ആ തേർഡ് ക്യാൻഡിൽ എങ്ങനെ സംഭവിക്കണം ആക്ച്വലി ഒരു കൺസോൾട്ടേഷനോ ഒരു ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലോ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. പക്ഷേ എന്താണ് ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലാണ് സംഭവിക്കുന്നത്. സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് കൂടി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്ന് പറയും. അതായത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ FEG ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ആയിരിക്കും. അത് ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കുറവായിരിക്കും. അതെന്താണ് ലോ പ്രോബബിലിറ്റി ആയിരിക്കും, ടേക്സ് മോർ ടൈം, ഒരുപാട് സമയം എടുക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എന്താ നോക്കുക നിങ്ങൾ, ദർ ഈസ് എ ബ്രേക്ക് അവേ ഗ്യാപ്പാണ്. ഫസ്റ്റ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയി, സെക്കൻഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയി, തേർഡ് ക്യാൻഡിൽ അതായത് നമ്മുടെ ക്രൂഷ്യലായിട്ടുള്ള ക്യാൻഡിൽ വളരെയധികം ഡിസ്പ്ലേസ് ചെയ്തു പോയി. അതായത് വളരെയധികം ലെങ്ത്തോട് കൂടിയിട്ട് ക്രിയേറ്റ് ആയി പോയി. അപ്പോൾ എന്താണ് അതിന് മുകളിലുള്ള ഈ FEGനെ നമ്മൾ ബ്രേക്ക് അവേ ഗ്യാപ്പാണ് വിളിക്കുക. അതെന്തായിരിക്കും ലോവർ പ്രോബബിലിറ്റി ആയിരിക്കും, അത് ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ എന്താണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ എന്താണ് ഒരു വീക്ക് ക്യാൻഡിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വീക്ക് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് ഒരു ഹയർ പ്രോബബിലിറ്റി ആയിരിക്കും ക്വിക്ക് റീബാലൻസിനുള്ള പോസിബിലിറ്റിയും അവിടെ വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ദർ ഈസ് എ ബുള്ളിഷ് ക്യാൻഡിൽ, അതുപോലെ സെക്കൻഡ് ക്യാൻഡിൽ ഒരു എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് കിട്ടിയിട്ടുള്ളത്. താഴേന്ന് റിജക്ഷൻ ക്യാൻഡിലാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാൻഡിലിൻ്റെ ആ ലോനെ ഫെയിൽ ടു ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് പെട്ടെന്ന് തന്നെ അത് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ കൂടിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു FEG ഫോർമേഷൻ്റെ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ചാർട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യത്തിൻ്റെ ബേസിൽ നമ്മൾ ഈ ഒരു ചാർട്ടിലെ പ്രൈസ് ആക്ഷൻ നമ്മളൊന്ന് ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ FEG നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത് എവിടെയാണ്, റൈറ്റ് ഹിയർ. കണ്ടല്ലോ നിങ്ങൾ, ദർ ഈസ് എ ബെയറിഷ് ആയിട്ടുള്ളൊരു FEG ഉണ്ട്. FEG നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഹിയർ. FEG നമ്മൾ മാർക്ക് ചെയ്തു. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ക്രിയേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ക്യാൻഡിൽ, അതുപോലെ തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ് കൺഫോമിങ് ക്യാൻഡിൽ. അപ്പോൾ ഈ കൺഫോമിങ് ക്യാൻഡിലിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ക്യാൻഡിലിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്നെന്ന് പറയുന്നത് ഇതൊരു ഡിസ്പ്ലേസ്ഡ് ക്യാൻഡിലാണ്. അവിടെ സ്ട്രോങ്നെസ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുന്നത് ബ്രേക്ക് ആയിട്ടുണ്ട് വിത്ത് ബോഡി ക്ലോസ്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ് അത് പെട്ടെന്ന് തന്നെ റീബാലൻസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. അതിനുശേഷം എന്താണ് ഫില്ല് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീണ്ടും അതിന് താഴെ തന്നെ എന്താണ് വീണ്ടും ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. FEG വന്നിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തു, നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ് ഒരു ക്രിയേഷൻ ക്യാൻഡിലാണ്. സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഷൻ ക്യാൻഡിൽ. തേർഡ് ക്യാൻഡിൽ നോക്കും നിങ്ങൾ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് കൺഫോമിങ് ക്യാൻഡിലാണ്. ഈ കൺഫോമിങ് ക്യാൻഡിൽ എന്താണ് ഒരു ഇൻഡിസിഷൻ ഫോമിലാണ്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഒരു റിജക്ഷനോട് കൂടിയിട്ടാണ് ക്യാൻഡിൽ നിൽക്കുന്നത്. എന്താണ് ക്യാൻഡിലിനെ കൺഫോമിങ് ക്യാൻഡിലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ബോഡി സ്ലൈറ്റ്ലി ഒന്ന് ബ്രേക്ക് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താണ് അത് ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. നമ്മൾ ലോജിക് പാർട്ടിൽ പറഞ്ഞു, നോക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും പ്രൈസ് താഴേക്ക്. അതിനുശേഷം എന്താണ് നെക്സ്റ്റ് നമുക്ക് FEG ക്രിയേറ്റ് ആയിട്ടുള്ളത് എവിടെയാണ്, FEG ക്രിയേറ്റ് ആയിട്ടുള്ളത് റൈറ്റ് ഹിയർ. ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു FEG ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ FEG നിങ്ങൾ നോക്കാൻ എന്താ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ക്രിയേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ് സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് കൺഫോമിങ് ക്യാൻഡിൽ. ഇവിടെ കൺഫോമിങ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ എന്താണ് സ്ലൈറ്റ്ലി ചെറിയ രീതിയിലുള്ള റിജക്ഷൻ മുകളിലേക്ക് ഉണ്ടെങ്കിൽ പോലും എന്താണ് സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് അത് ഫില്ല് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് എവിടെയാണ് FEG വന്നിട്ടുള്ളത്, റൈറ്റ് ഹിയർ. പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ് ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ദർ ഇസ് എ ക്രിയേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ദർ ഇസ് എക്സ്പാൻഷൻ ക്യാൻഡിൽ, അതുപോലെ തേർഡ് ക്യാൻഡിൽ എന്തായിട്ടാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്, അതിൻ്റെ ഉള്ളിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഇൻഡിസിഷൻ ഫോമിൽ, അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ്ലി ഒരു ബെയറിഷ്നെസ് ആയിട്ടാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതായത് എന്താണ് സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് കൂടി ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ് ആ മുകളിലേക്കുള്ള സ്ട്രെങ്ത്തിൻ്റെ ഒരു വീക്ക്നെസ് ആണ്.
അതുകൊണ്ട് എന്താണ് പെട്ടെന്ന് തന്നെ പ്രൈസ് എന്ത് ചെയ്തു, ആ FEG ഫില്ല് ചെയ്തു തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ക്രിയേറ്റ് ആയിട്ടുള്ള FEG എവിടെയാണ്, നെക്സ്റ്റ് ക്രിയേറ്റ് ആയിട്ടുള്ള FEG റൈറ്റ് ഹിയർ. നോക്കൂ, സ്ലൈറ്റ്ലി നമുക്കൊരു FEG ഇവിടെ കാണാം. ഓക്കെ, എന്താണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത്, ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ നോക്കൂ നിങ്ങൾ, ദർ ഈസ് എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ഈ എക്സ്പാൻഷൻ ക്യാൻഡിലിന് ഒരു സ്ട്രെങ്ത് കിട്ടാത്ത രീതിയിൽ ഒരു വീക്ക് ക്യാൻഡിലാണ്, പെട്ടെന്ന് തന്നെ പ്രൈസ് റീഫില്ല് ചെയ്തു. അതിനുശേഷം എന്താണ്, ദർ ഈസ് എ കൺസോൾട്ടേഷൻ ക്യാൻഡിൽസ്, അതിനുശേഷം എന്താണ് ഇവിടെ മുഴുവനായിട്ടൊരു കൺസോൾട്ടേഷൻ ആണ്. അതിനുശേഷം എന്താണ് വീണ്ടും നെക്സ്റ്റ് ആയിട്ടൊരു FEG ക്രിയേറ്റ് ആവുന്നത് റൈറ്റ് ഹിയർ. ഓക്കെ, റൈറ്റ് ഹിയർ. ഓക്കെ, അതെന്താണ്, അത് ഫില്ല് ചെയ്തിട്ടുമുണ്ട്. കാരണം എന്താണ്, ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് എന്തായിട്ട് ഫോം ആയിട്ടുള്ളത്, ഒരു ക്രിയേഷൻ ക്യാൻഡിലായിട്ട് ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. സെക്കൻഡ് ക്യാൻഡിൽ എന്താണ്, ഒരു എക്സ്പാൻഷൻ ക്യാൻഡിൽ. തേർഡ് ക്യാൻഡിലോ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ. അതായത് നോക്കൂ നിങ്ങൾ, സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈന ഫെയിൽ ടു ക്ലോസ്, അതുപോലെ തന്നെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൈസ് എന്താണ്, പെട്ടെന്ന് തന്നെ വന്ന് പ്രൈസ് ചെയ്യും എന്ത് ചെയ്തു, ഫില്ല് ചെയ്തു. ഓക്കെ, അതിനുശേഷം എന്താണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ നെക്സ്റ്റ് ക്രിയേറ്റ് ആയിട്ടുള്ളത് റൈറ്റ് ഹിയർ. ഓക്കെ, FEG എന്താണ് ഫില്ല് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് പറയുന്നത് എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് എന്ന് പറയുന്നത് കൺഫേമിംഗ് ക്യാൻഡിൽ. ഇവിടെ നോക്കുകയാണെങ്കിൽ കൺഫേമിംഗ് ക്യാൻഡിൽ എന്താണ്, ഒരു ഇൻഡിസിഷൻ ഫോമിലാണ്, പെട്ടെന്ന് തന്നെ പ്രൈസ് ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബെയറിഷ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബെയറിഷ് ആയിട്ടുള്ള ഒരു FEG ആണ് കിട്ടിയിട്ടുള്ളത്. ഈ FEG നമ്മൾ ക്യാൻഡിൽ ഫോം നോക്കുകയാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ക്രിയേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ് നോക്ക് നിങ്ങൾ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കൺഫേമിംഗ് ക്യാൻഡിൽ എന്താണ്, ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, പെട്ടെന്ന് തന്നെ റീബാലൻസ് ചെയ്തു. ഈ റീബാലൻസ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഫെയിൽ ആവാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തും പോവാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ FEG ക്രിയേറ്റ് ആയിട്ടുള്ളത് റൈറ്റ് ഹിയർ. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള ഒരു FEG ക്രിയേറ്റ് ആയിട്ടുള്ളത് റൈറ്റ് ഹിയർ. ഓക്കെ, ഇതെന്തുകൊണ്ട് ഫില്ലായിട്ടില്ല, ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ക്രിയേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലാണ്. അതായത് സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ നോക്കൂ, അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്കൊരു FEG കിട്ടിയിട്ടുണ്ട് റൈറ്റ് ഹിയർ. ഓക്കെ, വീണ്ടും നമുക്കൊരു FEG കിട്ടിയില്ലേ, പക്ഷേ ഈ FEG ഫില്ലായിട്ടുണ്ട്. കാരണം എന്താണ്, ഈ FEG ഫില്ലായിട്ടില്ല, പകരം ഈ FEG ഫില്ലായിട്ടുണ്ട്. ബിക്കോസ് ഓഫ് എന്താണ് കാരണം, സ്റ്റാർട്ടിംഗ് ക്യാൻഡിൽ, അതായത് ക്രിയേഷൻ ഓഫ് ക്യാൻഡിൽ, എക്സ്പാൻഷൻ ഓഫ് ക്യാൻഡിൽ, അതിനുശേഷം എന്താണ് കൺഫേമിംഗ് ക്യാൻഡിൽ എന്തായിട്ടാണ്, ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫെയിൽ ടു ക്ലോസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ഫില്ലായിട്ട് തന്നെയാണ് മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു FEGനെ നമ്മൾ വിളിക്കുന്നത് ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്നാണ്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്നത് ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്നാണ്. ഇതെന്താണ്, പ്രോപ്പറായിട്ടുള്ളൊരു FEG ആണ്. അതായത് തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഇൻഡിസിഷനോ വീക്കാണോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വോൾ ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് ആക്ഷനിൽ നമ്മളിവിടെ പഠിച്ച കാര്യം എന്താണ്, FEG എന്ന് പറയുന്നത് ഒരു 3 ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. അതിൽ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ക്രിയേഷൻ ക്യാൻഡിൽ നിന്നും, സെക്കൻഡ് ക്യാൻഡിലിനെ നമ്മൾ എന്താണ് ഗ്യാപ്പ് ക്രിയേഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ക്യാൻഡിലെന്നും, തേർഡ് ക്യാൻഡിലിനെ നമ്മൾ ഒരു കൺഫേമിംഗ് ക്യാൻഡിൽ എന്നാണ് വിളിക്കുന്നത്. ഒരു കൺഫേമിംഗ് ക്യാൻഡിലിൻ്റെ ക്ലോഷറാണ് ആ FEG ഫില്ല് ചെയ്യുമോ ചെയ്യില്ലേ എന്നുള്ള പ്രോബബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വാലിഡായിട്ട് പെട്ടെന്ന് തന്നെ റീബാലൻസ് ആകുന്ന FEGസിൻ്റെ കൺഫേമിംഗ് ക്യാൻഡിൽ എന്തായിരിക്കും, ഒരു ഇൻഡിസിഷനോ അല്ലെങ്കിൽ ഒരു കൺഫോർമേഷൻ ക്യാൻഡിലോ ആയിരിക്കും എന്നാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളുടെ ഈ ഒരു സെഷൻ്റെ പാർട്ട് 1 നമ്മൾ FEG ഫോർമേഷൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കെന്താണ്, നമ്മളുടെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഹൈ പ്രൊബബിൾ FEG സെറ്റപ്സ് ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എൻട്രി ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനെ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിനെ നമ്മൾ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ആണ്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് എന്താണ്, ബേസ്ഡ് ഓൺ ഹയർ ടൈം ഫ്രെയിം ആൻഡ് മീഡിയം ടൈം ഫ്രെയിം. അതുപോലെ സെക്കൻഡ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ലോവർ ടൈം ഫ്രെയിം. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻലി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം ഫ്രെയിം ആണ്. ഓക്കെ, അപ്പോൾ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്,
Time frames are the specific duration in which traders analyze the price movements or execute trades. They help to traders assess the market condition and to make decision based on ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഓഫ് പ്രൈസ് ആക്ഷൻ. പേടിക്കേണ്ട, പറ്റിക്കാൻ പറഞ്ഞാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ടൈം ഫ്രെയിംസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഡ്യൂറേഷൻസ് ആണ്. ഓക്കെ, ഈ സ്പെസിഫിക് ഡ്യൂറേഷൻസിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കൈൻഡ്സ് ഓഫ് പ്രൈസ് ആക്ഷൻസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ടൈം ഫ്രെയിംസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 3 ടൈം ഫ്രെയിംസ് വേണം. ഒന്നെന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിം വേണം, മീഡിയം ടൈം ഫ്രെയിം വേണം, ലോവർ ടൈം ഫ്രെയിം വേണം. ഓക്കെ, ഒരു ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഒന്നെങ്കിൽ ഒരു 4 അവർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു 1 അവർ ആയിരിക്കണം. ഇതാണ് ഇൻട്രാഡേ പെർസ്പെക്റ്റീവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, അയാളുടെ തന്നെ മീഡിയം ടൈം ഫ്രെയിം എന്താവണം, അല്ലെങ്കിൽ മോഡറേറ്റ് ടൈം ഫ്രെയിം എന്തായിരിക്കണം, ഒരു 15 മിനിറ്റ് ആയിരിക്കണം. അതുപോലെ ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്, ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 മിനിറ്റോ 5 മിനിറ്റ് താഴെയുള്ള 3 മിനിറ്റ്, 2 മിനിറ്റ്, 1 മിനിറ്റ്, ഈവൻ സെക്കൻഡ്സ് എല്ലാം എന്താണ്, അതൊക്കെ മൈക്രോ ടൈം ഫ്രെയിംസ് ആണ്, ലോവർ ടൈം ഫ്രെയിം ആണ്. ഓക്കെ, ഇനി നമ്മളെന്താ ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡിംഗ്, അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ്, ഒരു ഷോർട്ട് ടൈം ഹോൾഡിംഗ് പെർസ്പെക്റ്റീവ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് എന്തായിരിക്കണം, 1 ഡേ ആയിരിക്കണം. ഓക്കെ, മീഡിയം ടൈം ഫ്രെയിം അല്ലെങ്കിൽ മോഡറേറ്റ് ടൈം ഫ്രെയിം എന്തായിരിക്കണം, 4 അവർ അല്ലെങ്കിൽ 1 അവർ ആയിരിക്കണം. അതുപോലെ ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം, 15 മിനിറ്റോ അതിന് താഴേക്കുള്ള 15 മിനിറ്റ്, 5 മിനിറ്റ്, 3 മിനിറ്റ്, ഇതെല്ലാം എന്തായിരിക്കും, ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ലോവർ ടൈം ഫ്രെയിം ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വിച്ച് ടൈപ്പ് ഓഫ് ട്രേഡർ. ഓക്കെ, ഇവിടെ ലോങ് ടേമിൻ്റെ കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ഇൻട്രാഡേ ആയിരിക്കാം, സ്വിംഗ് ആയിരിക്കാം. ഓക്കെ, ചിലർ സ്കാൽപ്പർ ആയിരിക്കും. ഞാനിവിടെ പറയുന്നത് ഇൻട്രാഡേയും സ്വിംഗ് ട്രേഡറും. നിങ്ങൾ ഏത് ടൈപ്പ് ട്രേഡർ ആണെങ്കിലും നിങ്ങൾക്ക് 3 ടൈം ഫ്രെയിം വേണം. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റണം എന്താണ് നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം, എന്താണ് നിങ്ങളുടെ ലോവർ ടൈം ഫ്രെയിം. പല ആളുകൾക്കും ഇതൊന്നുമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇൻട്രാഡേക്കുള്ള ലോവർ ടൈം ഫ്രെയിം എന്താണ്, മീഡിയം ടൈം ഫ്രെയിം എന്താണ്, ഹയർ ടൈം ഫ്രെയിം എന്താണ്. സ്വിംഗ് ട്രേഡിങ്ങിന് എന്താണ് ഹയർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിം, ലോവർ ടൈം ഫ്രെയിം. എപ്പോഴും മനസ്സിലാക്കുക, ഹയർ ടൈം ഫ്രെയിമിലായിരിക്കും ഹയർ പ്രോബബിലിറ്റി, മോഡറേറ്റ് ടൈം ഫ്രെയിമിലായിരിക്കും മോഡറേറ്റ് പ്രോബബിലിറ്റി, ലോവർ ടൈം ഫ്രെയിമിൽ എപ്പോഴും ലോവർ പ്രോബബിലിറ്റിയേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ബേസിൽ നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ബേസ്ഡ് ഓൺ ഹയർ ടൈം ഫ്രെയിം ആൻഡ് മീഡിയം ടൈം ഫ്രെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എഫ് ഇ ജിയുടെ ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണ്, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എഫ് ഇ ജി ഫോർമേഷനാണ്. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഓഫ് എഫ് ഇ ജി, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു കൺഫോമിങ് ക്യാൻഡിലാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണമെങ്കിൽ നമ്മളുടെ സ്റ്റാർട്ടിങ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്, എക്സ്പാൻഷൻ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ കൺഫോമിങ് ക്യാൻഡിലാണ്. തേർഡ് ക്യാൻഡിലാണ് നമ്മളുടെ എന്താണ്, ഹൈ പ്രോബബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈനെ ബോഡിയോട് കൂടി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഫെയിൽഡ് ക്ലോസ് എന്ന് പറയുന്നത് വീക്ക്നെസ്സിൻ്റെ സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു റിജക്ഷൻ ക്യാൻഡിലാണ്. അതുപോലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിലായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ക്രിയേറ്റ് ആവുന്ന ഈ ഒരു എഫ് ഇ ജി, ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു എഫ് ഇ ജി ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ് എന്നാണ് നമ്മൾ ലോജിക്കലി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു എഫ് ഇ ജി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 50%, അതായത് ആ ഗ്യാപ്പിൻ്റെ പകുതി, അതായത് 50% നമ്മൾ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്, അത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഇതുപോലെ ഒരു എഫ് ഇ ജി കിട്ടിക്കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിൽ എന്താണ്, ആ എഫ് ഇ ജിയുടെ 50%ലേക്ക് പ്രൈസ് എന്ത് ചെയ്യുന്നു, റീട്രേസ് ചെയ്യുന്നു. 50% ഫില്ല് ചെയ്തിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വെക്കുന്നു. ആ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷമുള്ള റീട്രേസ്മെൻറ്റിലായിരിക്കണം നമ്മളുടെ എൻട്രി. അതിന് ശേഷമായിരിക്കും അത് ഫില്ല് ചെയ്തിട്ടുള്ള മാർക്കറ്റിൻ്റെ മുകളിലേക്കുള്ള ഒരു മൂവ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ എന്താണ്, നമുക്കിവിടെ ഒരു എഫ് ഇ ജി ഫോം ആയിട്ടുണ്ട്. ലോവർ ടൈം ഫ്രെയിമിൽ എന്താണ്, നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ എഫ് ഇ ജിയിലേക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറുള്ള നമുക്ക് കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് മിറ്റിഗേറ്റ് ചെയ്തും കൊണ്ട് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുമ്പോഴായിരിക്കണം ഒരു ഹയർ ടൈം ഫ്രെയിം ബേസ് ചെയ്തും കൊണ്ട് ഒരു എഫ് ഇ ജി നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു എഫ് ഇ ജി കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്രിയേഷൻ ഓഫ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ കൺഫോമിങ് ക്യാൻഡിൽ. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിലും ബെയറിഷ് ആണ്. ഓക്കെ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ക്രൂഷ്യൽ ക്യാൻഡിലാണ്. ആ ക്യാൻഡിലിൻ്റെ ക്യാരക്ടർ നമ്മൾ നോക്കിയാൽ എന്താണ്,
ഫെയിൽ ടു ക്ലോസ്. ഓക്കെ, ഫെയിൽ ടു ക്ലോസ് എന്താണ്, ബോഡിയോട് കൂടി ക്ലോസ് ചെയ്യാൻ കിട്ടിയില്ല. അതുപോലെ എന്താണ്, ബോട്ടമിൽ അല്ലെങ്കിൽ ബോട്ടമിൽ റിജക്ഷനുള്ള ക്യാൻഡിലാണ്. അതുകൊണ്ട് എന്താണ്, FEG മിറ്റിഗേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നാണ് വീണ്ടും നമ്മൾ കഴിഞ്ഞ ലോജിക്കിൽ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ FEGs മാർക്ക് ചെയ്തു വെക്കുന്നു. അതുപോലെ തന്നെ ഈ ഹയർ ടൈം ഫ്രെയിമിലും മീഡിയം ടൈം ഫ്രെയിമിലും കാണുന്നത് കൊണ്ട് തന്നെ 50% കോൺസ് വീക്കെൻഡ് ഇൻക്രോച്ച് കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തു വെക്കുന്നു. അതിനുശേഷം എന്താണ്, അതിനുശേഷം ഇതെന്ന് പറയുന്നത് മീഡിയം ടൈം ഫ്രെയിമിൽ നമുക്ക് കിട്ടിയ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു FEG ആണ്. ഇനി നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ എന്ത് വേണം, പ്രൈസ് അതിലേക്ക് മിറ്റിഗേറ്റ് ചെയ്ത്, അതായത് കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് മിറ്റിഗേറ്റ് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷമുള്ള റീട്രേസ്മെൻറ്റിലായിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ ടൈം ഫ്രെയിം, മീഡിയം ടൈം ഫ്രെയിമിലാണ് നമുക്ക് കിട്ടിയെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിലായിരിക്കണം നമുക്കെന്താണ്, നമുക്ക് ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറോട് കൂടിയിട്ടുള്ള കൺഫോർമേഷനിലൂടെ ആയിരിക്കണം നമ്മളുടെ എൻട്രി കിട്ടേണ്ടത്. പക്ഷേ എന്താണ്, നമ്മൾ ഈ ഹയർ ടൈം ഫ്രെയിമിലും മീഡിയം ടൈം ഫ്രെയിമിലും നമ്മളെന്താണ്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, കൺസിഡറിങ് ദ മാർക്കറ്റ് ഫ്ലോ, മാർക്കറ്റിൻ്റെ ഫ്ലോ എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ട്രെൻഡിൻ്റെ കൂടെയേ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, ബയാസ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് നമുക്കെന്താണ്, ഒരു ഡെയിലി പ്രൊഫൈൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ഒരു 1 hour ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഓക്കെ, 1 hour എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു 1 hour എന്ന് പറയുന്നത് എൻ്റെ ഹയർ ടൈം ഫ്രെയിമാണ്. ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ 1 hour എന്ന് പറയുന്നത് എൻ്റെ ഹയർ ടൈം ഫ്രെയിമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 1 hourൽ, ഓക്കെ, 1 hourൽ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഒരു FEG ഞാനിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, 1 hourൽ ഞാനൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാനിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഈ ഒരു ഗ്യാപ്പ് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മാർക്കറ്റിൻ്റെ ഫ്ലോ നോക്കണം. ഓക്കെ, ബയാസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, നമ്മൾ ഇവിടെ നിങ്ങൾ ഒന്ന് ചാർട്ട് ക്ലോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു മേജറായിട്ടുള്ള ലിക്വിഡിറ്റി, ഓക്കെ, മേജറായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത്, മേജറായിട്ടുള്ളൊരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് എന്താണ്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടാണ് ഇവിടെ പ്രൈസ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, മേജറായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടാണ് പ്രൈസ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, മേജറായിട്ടുള്ള ലിക്വിഡിറ്റി ഹണ്ടിന് ശേഷം ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയിട്ട് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത എൻ്റെ ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഈ ഒരു FEG എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്യാൻഡിലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പാൻഷൻ ക്യാൻഡിൽ. ഓക്കെ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്ത് ക്യാൻഡിലായിരുന്നു, തേർഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ കൺഫോമിങ് ക്യാൻഡിൽ. ഇവിടെ കൺഫോമിങ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. ഓക്കെ, ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. അതെന്താണ്, അത് നമ്മളുടെ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഉള്ളിലൊരു ഇൻസൈഡ് ക്യാൻഡിലായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം എന്താണ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവിടെ ഒരു സ്ട്രെങ്ത്നെസ് കാണില്ല. അപ്പോൾ എന്താണ്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, അവിടെ ആ ഒരു വീക്ക്നെസ് തന്നെയാണ്. അതായത് ഈ ഒരു സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈ സ്റ്റിൽ റിമെയിൻസ് ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ്, തേർഡ് ക്യാൻഡിലായിട്ടുള്ള നമ്മുടെ ക്രൂഷ്യൽ ക്യാൻഡിലായിട്ടുള്ള ആ ഒരു കൺഫേമിങ് ക്യാൻഡിൽ എന്താണ്, ഒരു ബെയറിഷ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്, പ്രൈസ് ഈ ഒരു FEG ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, നമ്മളെപ്പോഴും പ്രോബബിലിറ്റിയുടെ ബേസിലാണ് പറയുന്നത്, പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് താഴേക്ക് വന്ന് നമ്മളുടെ FEG ഫില്ല് ചെയ്തും കൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ ഈ ഒരു FEGയുടെ ഹൈ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമ്മളെന്താണ്, ഈ ഒരു 1 hourൽ നടന്നിട്ടുള്ള ഈ ഒരു പ്രൈസ് ആക്ഷൻ നമ്മളെന്ത് ചെയ്യുന്നു, 15 മിനിറ്റ്, ഞാൻ പറഞ്ഞു നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്, 1 hour ആണെങ്കിൽ 15 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മോഡറേറ്റ് ടൈം ഫ്രെയിമാണ്. ഓക്കെ, അപ്പോൾ ഈ 1 hourൽ കിട്ടിയ ഈ ഒരു FEG ഫില്ല് ചെയ്തത് 15 മിനിറ്റ് പ്രൈസ് ആക്ഷനിൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ നോക്കൂ നിങ്ങൾ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് നമ്മളുടെ 1 hour FEG ആണ്. ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറോട് കൂടി ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് എന്താണ്, ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റിൽ അതിലെ കറക്ഷനിലാണ് എൻട്രി വന്നിട്ടുള്ളത്. ഓക്കെ, 15 മിനിറ്റിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ലോവർ ടൈം ഫ്രെയിം, ഞാൻ എപ്പോഴും പറഞ്ഞു ലോവർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 5 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, നമ്മളുടെ സ്ട്രക്ചർ ഷിഫ്റ്റ് നോക്കൂ നിങ്ങൾ, സ്ട്രക്ചർ ഷിഫ്റ്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയ 1 hour FEG എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുള്ളത് എവിടെയാണ്, ഇൻറ്റേർണൽ സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുള്ളത് എവിടെയാണ്, ഫുള്ളി FEG ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ ഷിഫ്റ്റ് വരണമെങ്കിൽ ഈ ഒരു ഹൈ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ എന്താണ്, പ്രൈസ് വീണ്ടും താഴേക്ക് വന്നിട്ട് എന്താണ്, ഫുള്ളി എന്താണ്,
ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ. അതിനുശേഷം എന്താണ്, ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ് റൈറ്റ് ഹിയർ. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ആക്ച്വലി ഇവിടെ സംഭവിച്ചു, അതുപോലെ ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ സംഭവിച്ച് പ്രൈസ് വീണ്ടും എന്താണ് കൺഫേംഡ് ആയിട്ട് ഡിസ്പ്ലേസ് ആയിട്ട് പ്രൈസ് താഴെ മുകളിലേക്ക് പോയി. അതിനുശേഷം നമ്മൾ പറഞ്ഞ റീട്രേസ്മെൻറ്റ്, ആ റീട്രേസ്മെൻറ്റ് എവിടേക്കാണ് റീട്രേസ് ചെയ്ത് പ്രൈസ് വന്നിട്ടുള്ളത്? ഇവിടെ റീട്രേസ് വന്നിട്ടുള്ളത് ദർ ഈസ് എ ബ്രേക്കർ ബ്ലോക്ക് റൈറ്റ് ഹിയർ. ഓക്കെ, ദർ ഈസ് എ ബ്രേക്കർ ബ്ലോക്ക് റൈറ്റ് ഹിയർ. ഓക്കെ, ഈ ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നമ്മളുടെ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിൻ്റെ ആ ഒരു ഏരിയയുടെ താഴെയായിട്ട് എന്താണ്, ദർ ഈസ് എ ബ്രേക്കർ ബ്ലോക്ക്. ആ ബ്രേക്കർ ബ്ലോക്ക് നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കിയാൽ സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈയിലേക്ക് വയ്ക്കുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, നമ്മളുടെ ഇക്വിലിബ്രിയത്തിൻ്റെ താഴെ എവിടെയാണ്? റൈറ്റ്, ഡിസ്കൗണ്ടിൽ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, 1 hourൽ നമുക്കൊരു FEG കിട്ടിയാൽ അത് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് അതെന്താണ്, ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ തന്ന് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നതിന് ശേഷം അവിടെ എവിടെയാണോ PDR ഉള്ളത് അവിടേക്ക് പ്രൈസ് റീട്രേസ് ചെയ്തതിന് ശേഷമായിരിക്കും പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എൻട്രി എങ്ങനെയായിരിക്കും? നമ്മളുടെ ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിലായിരിക്കണം നമ്മളുടെ എൻട്രി. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബ്രേക്കർ ബ്ലോക്ക് ലോയുടെ താഴെയും, അതുപോലെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു FEG ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഈ FEGയുടെ ഹൈ ആയിരിക്കും നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മീഡിയം ടൈം ഫ്രെയിമും ഹയർ ടൈം ഫ്രെയിമും ബേസ് ചെയ്ത് പറഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ബേസ്ഡ് ഓൺ ലോവർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിനെ ബേസ് ചെയ്തും കൊണ്ട് FEG എൻട്രി ക്രൈറ്റീരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ലോവർ ടൈം ഫ്രെയിം FEG ബേസ്ഡ് എൻട്രീസ് ട്രേഡിംഗ് സ്ട്രാറ്റജി ദാറ്റ് യൂട്ടിലൈസ് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഓൺ ലോവർ ടൈം ഫ്രെയിം. ഇവിടെ നമ്മൾ നോക്കുന്നത് ലോവർ ടൈം ഫ്രെയിമിൽ FEGs ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ടൈം ഫ്രെയിം ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണ്, ഹയർ ടൈം ഫ്രെയിമിൽ എപ്പോഴും ഹയർ പ്രോബബിലിറ്റി ആയിരിക്കും, മീഡിയം ടൈം ഫ്രെയിമിൽ എപ്പോഴും ഒരു മീഡിയം പ്രോബബിലിറ്റി ആയിരിക്കും, ലോവർ ടൈം ഫ്രെയിമിൽ എപ്പോഴും ഒരു ലോവർ പ്രോബബിലിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ലോവർ പ്രോബബിലിറ്റി, അതായത് ലോവർ ടൈം ഫ്രെയിമിലെ ലോവർ പ്രോബബിലിറ്റി. ഓക്കെ, ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 5 മിനിറ്റോ അതിന് താഴേക്കോ ആണ്. ഓക്കെ, അതുപോലെ തന്നെ സ്വിങ് ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് 15 മിനിറ്റാണ് ലോവർ ടൈം ഫ്രെയിം, അല്ലെങ്കിൽ അതിന് താഴേക്കുള്ളതെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലോവർ ടൈം ഫ്രെയിമിലെ FEGs കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിലെ FEGയുടെ റെലവൻസ് വരുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, ഹയർ ടൈം ഫ്രെയിമിലും മീഡിയം ടൈം ഫ്രെയിമിലും ചില ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല, ചില ഹയർ ടൈം ഫ്രെയിമിലൊക്കെ എടുക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് അത് ബേസ് ചെയ്തുകൊണ്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടേക്സ് ടൈം. അത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു FEG ഫില്ലായി അതിലേക്ക് എന്ത് ചെയ്യണം, പ്രൈസ് മുകളിലേക്ക് വന്ന ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തരണം, അവിടെ കൺഫർമേഷൻ വേണം. ഇനി കൺഫർമേഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ലാർജ് SL ആയിരിക്കും, അതുപോലെ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ലോ മൊമെൻറ്റം ആയിരിക്കും. ഓക്കെ, ഇതെല്ലാവർക്കും പറ്റണമെന്നില്ല. ഓക്കെ, ചിലവരൊരു സ്കാൽപ്പേഴ്സ് ആയിരിക്കും. സ്കാൽപ്പേഴ്സ് ആവുന്ന സമയത്ത് എന്താണ്, അവർ ചിലപ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ FEGs ആയിരിക്കും നോക്കുന്നത്. അപ്പം നമ്മളെന്താണ്, ലോവർ ടൈം ഫ്രെയിമിലും FEGs നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മളെന്താണ്, ഈ ലോവർ ടൈം ഫ്രെയിമിൽ FEGs 3 ടൈപ്സ് ഓഫ് FEGs ഉണ്ട്. മെയിൻലി ഞാൻ ചെയ്യുന്ന 3 ടൈപ്സ് ഓഫ് FEGs. ഓക്കെ, ഇത് മാത്രമാണ്. കാരണം FEGs മാർക്കറ്റിൽ ഓരോ ടൈം ഫ്രെയിമിലും ക്രിയേറ്റ് ആയി കൊണ്ട് നിൽക്കും, റീബാലൻസ് ആയി കൊണ്ടിരിക്കും, ഫെയിൽ ആയി കൊണ്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവിടെ എൻട്രിക്ക് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട FEGs എന്ന് പറയുന്നത് ആ ഒരു സെക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ആദ്യത്തേതെന്ന് പറയുന്നത് FEG ദാറ്റ് ഡിസ്റെസ്പെക്റ്റഡ് ടു PDR. ഒരു FEG ഒരു PDRനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന FEG. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, FEG വിത്ത് ഇൻഡ്യൂസ്മെൻ്റ് ഉള്ള, അതായത് എബോ ഓർ ഇൻസൈഡ് ഓർ ബിലോ സൈഡ് ആയിട്ട് ഇൻഡ്യൂസ്മെൻ്റ് ഉള്ള FEGs നമുക്ക് കൺസിഡർ ചെയ്യാം. മൂന്നാമത്തത് ഓവർലാപ്പിംഗ് വിത്ത്, അതായത് FEG ഓവർലാപ്പിംഗ് വിത്ത് അനദർ PDR. ഇതെന്ന് പറയുന്നത് എന്താണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള FEGs ആണ്, അല്ലെങ്കിൽ ഹയർ പ്രോബബിലിറ്റി ആയിട്ടുള്ള FEGs ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്സ് ഓഫ് FEGs മാത്രമേ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഈ ഒരു 3 കാര്യങ്ങളും പറയുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വോൾ സെഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ എക്സ്പാൻഷൻ ആൻഡ് അക്യുമുലേഷൻ. അതായത് നമ്മളുടെ ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്രിയേഷൻ ക്യാൻഡിലാണ്. സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഷൻ ക്യാൻഡിലാണ്. തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു അക്യുമുലേഷൻ ക്യാൻഡിലോ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലോ ആയിരിക്കണം നമുക്ക് ഫോം ആവേണ്ടത്.
ഓക്കെ. ഇൻ കേസ് ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയിട്ടുള്ള ക്യാൻഡിലാണെങ്കിൽ നമുക്കെന്താണ് അതൊരു എന്തായിട്ട് വരാം, അതെന്ന് പറയുന്നത് ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് വരാം. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ മിഡിൽ ക്യാൻഡിൽ എന്ന് പറഞ്ഞ ഒരു എക്സ്പാൻഷൻ ക്യാൻഡിലും നമ്മളുടെ തേർഡ് ക്യാൻഡിലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഫൈനൽ ക്യാൻഡിലായിട്ടുള്ള ക്ലോസിങ് ക്യാൻഡിലായിട്ടുള്ള കൺഫർമേഷൻ ക്യാൻഡിലായിട്ടുള്ള തേർഡ് ക്യാൻഡിൽ എപ്പോഴും എന്താണ് ഒരു അക്യുമുലേഷൻ ആവാനും നോക്കണം. ഓക്കെ. അപ്പം അതുകൂടാതെ തന്നെ എന്താണ് ഇതുപോലെ ഈ ഒരു എക്സ്പാൻഷൻ അക്യുമുലേഷൻ ബേസ് ചെയ്തും കൊണ്ടാണ് സെക്കൻഡ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും ഫോം ആവുന്നതെങ്കിൽ അതെന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ആവാനും ലിക്വിഡിറ്റി റൺ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം FEGs എപ്പോഴും എന്താണ് ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ അക്യുമുലേഷൻ ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ കൺഫർമേഷൻ ക്യാൻഡിൽ ഒരു അക്യുമുലേഷൻ ക്യാൻഡിലാണെങ്കിൽ അക്യുമുലേഷൻ്റെ ലോ ടേക്ക് ഔട്ട് ചെയ്ത്, അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് FEG മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകാം. അല്ലെങ്കിൽ തന്നെ എന്താണ് റൺ ഓൺ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലിക്വിഡിറ്റി റണ്ണ് സംഭവിക്കാം. അതായത് FEG എന്താവാം ഡിസ്റെസ്പെക്റ്റഡ് ആയിട്ട് ഫെയിൽ ആവാം. അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് എന്താ, ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് എന്താണ് ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് റിവേഴ്സ് ആയി പോകുന്നതും ലിക്വിഡിറ്റി റണ്ണ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് സെയിം ഡയറക്ഷനിലേക്ക് താഴേക്ക് പോകുന്നതുമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഓരോ ഈ 3 FEGസും പറയുന്നതിൻ്റെ ബേസിൽ നിങ്ങൾ ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ലോവർ ടൈം ഫ്രെയിം FEG ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളുടെ 3 പവർഫുൾ ആയിട്ടുള്ള FEGയിൽ ആദ്യത്തേതെന്ന് പറയുന്നത് FEG ദാറ്റ് ഡിസ്റെസ്പെക്റ്റഡ് PDRA ആണ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ഫസ്റ്റ് ഇമേജിൽ എന്താണ് നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG ഇവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ. ആ സെയിം ടൈം എന്ത് ചെയ്തു, അതിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തും കൊണ്ട് ഇവിടെ എന്താണ് ന്യൂ ബെയറിഷ് ആയിട്ടുള്ള ഒരു FEG ഫോമായി. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG നമുക്കിവിടെ ഫോമായി. ആ ബുള്ളിഷ് FEGനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തും കൊണ്ട് താഴേക്കുള്ള ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് വന്ന്, അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു FEG ഫെയിലായി. പക്ഷേ ഈ ഒരു ഡിസ്റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു മൂവിൽ എന്ത് ചെയ്തു, നമുക്ക് പുതുതായിട്ട് ഇവിടെ എന്താണ് ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു FEG ക്രിയേറ്റ് ആയി. ഓക്കെ. ആ FEG എന്ന് പറയുന്നത് ഹൈ പ്രൊബബിൾ ആയിട്ടുള്ള ഒരു ബെയറിഷ് FEG ആയിരിക്കും. ഓക്കെ. ഹൈ പ്രൊബബിൾ ആയിട്ടുള്ള ഒരു ബെയറിഷ് FEG ആയിരിക്കും. ഓക്കെ. ഓൺ അതർ സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു FEG കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ ബെയറിഷ് ആയിട്ടുള്ള ഒരു ഇംബാലൻസ് കിട്ടി, അതിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു. അതായത് ബെയറിഷ് FEGനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഒരു മൊമെൻറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ള FEGനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഫെയിൽ ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG ഇവിടെ ഫോം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈ പ്രൊബബിൾ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG ആയിരിക്കും ഇത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ടോട്ടലി പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഇവിടെ മെയിൻലി നമ്മൾ പറഞ്ഞു വെക്കുന്നത് FEG ഡിസ്റെസ്പെക്റ്റഡ് ടു PDRA. ഇവിടെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന PDRA എന്ന് പറയുന്നതും മറ്റൊരു FEGയെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ എന്താണ് FEG ക്രിയേറ്റ് ആവുന്നു, അതിനെ ഫെയിൽ ചെയ്യുന്നു, ഫെയിലായി കഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റ് ചെയ്യുന്ന FEG അത് ഹൈ പ്രൊബബിൾ ആയിട്ടുള്ള FEG ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് 2 രീതിയിൽ ഫെയിലാവാം. എന്ന് പറയുന്നത് എന്താണ് പ്രോപ്പറായിട്ട് ഇതുപോലെ ബ്രേക്ക് ആവാം. എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി ഫെയിലാവാം. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG കാണാം. പക്ഷേ എന്താണ് ഓൺ ദ സ്പോട്ട് നെക്സ്റ്റ് ക്യാൻഡിലിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി ക്വിക്കായിട്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ഡിസ്പ്ലേസ്മെൻ്റ് ആവുന്ന സമയത്ത് എന്താണ് നമുക്കിവിടെ കിട്ടുന്നതിനെയാണ് നമ്മൾ BPR എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു FEG ക്രിയേറ്റ് ചെയ്തു, അതിനെ ഡിസ്റെസ്പെക്റ്റ് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് ആ ഒരു ബുള്ളിഷ് FEG ആ ബെയറിഷ് FEGൻ്റെ ഉള്ളിലൂടെ തന്നെ ഓവർലാപ്പ് ചെയ്തു പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു BPR എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. ബെയറിഷ് ആയിട്ടുള്ള ഒരു BPR എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് ബെയറിഷ് ആയിട്ടുള്ള ഒരു ഇംബാലൻസ് കിട്ടിയിട്ടുണ്ട്. ആ ബെയറിഷ് ആയിട്ടുള്ള ഇംബാലൻസിനെ ക്വിക്കായിട്ട് തന്നെ എന്ത് ചെയ്തു, റീബാലൻസ് ചെയ്തു, അത് ഫെയിൽ ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ള FEG, ആദ്യം ക്രിയേറ്റ് ആയിട്ടുള്ള ബെയറിഷ് ആയിട്ടുള്ള FEG ഇപ്പം ക്രിയേറ്റ് ആയിട്ടുള്ള ബുള്ളിഷ് FEGൻ്റെ ഉള്ളിലൂടെ ഓവർലാപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയനെ നമ്മൾ ബുള്ളിഷ് BPR എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡിസ്റെസ്പെക്റ്റഡ് ടു FEGയുടെ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിലേക്ക് നോക്കിയാൽ ഇപ്പം നമുക്കെന്താണ് ഇവിടെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു FEG കാണാം. ഓക്കെ. നോക്കൂ നിങ്ങൾ, ഇവിടെ ബെയറിഷ് ആയിട്ട് നമുക്കൊരു FEG കാണാം. ഓക്കെ. അപ്പം നമുക്ക് ഡിസ്റെസ്പെക്റ്റഡ് ടു FEG എന്ന് പറയുമ്പോൾ എന്താണ് ഈ FEGയെ എന്ത് ചെയ്യണം, ഡിസ്റെസ്പെക്റ്റ് ചെയ്യണം. അതായത് ഇത് ഫെയിൽ ആവണം. ഓക്കെ. അപ്പോൾ ഈ ഒരു FEG നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രിയേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമ്മളുടെ കൺഫർമേഷൻ ക്യാൻഡിൽ.
അല്ലെങ്കിൽ കൺഫേമിംഗ് ക്യാൻഡിൽ. ഓക്കെ, ഈ കൺഫേമിംഗ് ക്യാൻഡിലിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഇത് ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, പ്രൈസിനെ ഫെയിൽ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. അതായത് ഈ ഒരു എഫ് ഇ ജിനെ എന്ത് ചെയ്യുന്നു, ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ഓൾറെഡി ഈ ഒരു എഫ് ഇ ജി ഇവിടെ എന്ത് ചെയ്തു, ഇത് ഫെയിലായി, ഡിസ്റെസ്പെക്റ്റ് ചെയ്തു. ഓക്കെ, ഈ ഡിസ്റെസ്പെക്റ്റ് ചെയ്തതിന് ശേഷം പുതുതായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത എഫ് ഇ ജി ഏതാണ്, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത എഫ് ഇ ജി റൈറ്റ് ഹിയർ. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ഡിസ്റെസ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഇത് ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഒരു എഫ് ഇ ജി ആയിരിക്കും. ഓക്കെ, ഇതെന്തായിരിക്കും, ഒരു ഹൈ പ്രോബബിൾ ആയിട്ടുള്ള എഫ് ഇ ജി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം, അതിൻ്റെ മിഡ് ക്യാൻഡിലായിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് അതിൻ്റെ മിഡ് ക്യാൻഡിലും, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റീസെൻ്റ് ആയിട്ട് നമ്മളുടെ ലോ ഏതാണോ ആ ലോ ആയിരിക്കണം. ടാർഗറ്റ് എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ആയിട്ട് ഏതൊക്കെ ആയിരിക്കാം, ഇതെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് ആണ്. അതുപോലെ തന്നെ തൊട്ട് മുകളിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ എന്താണ്, ദർ ഈസ് എ എഫ് ഇ ജി റൈറ്റ് ഹിയർ. ദർ ഈസ് എ എഫ് ഇ ജി റൈറ്റ് ഹിയർ. ടാർഗറ്റ് ഏതാവാം, നമ്മളുടെ എഫ് ഇ ജി ആവാം നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഒന്നുകൂടി ഒന്ന് ബേസ് ചെയ്ത് നോക്കിയാൽ ഇവിടെ മേജർ ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ഈ ഒരു പാറ്റേൺ തന്നിട്ടുള്ളത്. മേജർ ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റിയുടെ അടുത്തുനിന്ന് പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ബെയറിഷ് എഫ് ഇ ജി ക്രിയേറ്റ് ചെയ്യുന്നു. ആ ബെയറിഷ് എഫ് ഇ ജിനെ എന്ത് ചെയ്യുന്നു, ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, പുതുതായിട്ടൊരു എഫ് ഇ ജി ക്രിയേറ്റ് ആവുന്നു. ആ എഫ് ഇ ജിയുടെ 50% കോൺസീക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റിലായിരിക്കണം നമ്മളുടെ എൻട്രി. ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ ഡിസ്റെസ്പെക്റ്റഡ് ടു എഫ് ഇ ജി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഒരു എഫ് ഇ ജി ക്രിയേറ്റ് ആവുന്നു. ആ എഫ് ഇ ജിയെ ഫെയിൽ ചെയ്യുന്ന ആ മൂവിൽ നെക്സ്റ്റ് ക്രിയേറ്റ് ആവുന്ന എഫ് ഇ ജി എന്ന് പറയുന്നത് ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഒരു എഫ് ഇ ജി ആയിരിക്കും. ഓക്കെ, അതുപോലെ നിങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് നോക്കൂ, നിങ്ങൾ ജസ്റ്റ് ഇതാ ഈ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ നോക്കൂ. ഇവിടെ നമുക്കൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട്. അതായത് നമുക്കിവിടെ എന്താണ്, ഒരു ഇംബാലൻസ് വന്നു. ഓക്കെ, ഒരു ബുള്ളിഷായിട്ട് ഒരു എഫ് ഇ ജി ഇവിടെ ഫോമായി. പെട്ടെന്ന് തന്നെ സഡനായിട്ട് നോക്കൂ നിങ്ങൾ, സഡനായിട്ട് തന്നെ അതിനെ ഫെയിൽ ചെയ്തു. ഓക്കെ, സഡനായിട്ട് അതിനെന്ത് ചെയ്തു, റീബാലൻസ് ചെയ്തു. ഓക്കെ, ആ ഒരു ക്രിയേറ്റ് ചെയ്ത ആ ഒരു എഫ് ഇ ജിനെ സഡനായിട്ട് എന്ത് ചെയ്തു, ഡിസ്റെസ്പെക്റ്റ് ചെയ്ത് പ്രൈസ് എന്തൊരു ക്യുക്കായിട്ട് ഒരു മൂവ് താഴേക്ക് വന്നു. ഈ ഒരു ക്യുക്കായിട്ടുള്ള മൂവിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ എഗെയിൻ ഒരു ബെയറിഷ് ഇംബാലൻസ് ഫോമായി. ഈ ഒരു ഫെയിലായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു എഫ് ഇ ജി ഈ ഒരു ബെയറിഷ് ഇംബാലൻസിൻ്റെ ഉള്ളിലൂടെ ഓവർലാപ്പ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ BPR അല്ലെങ്കിൽ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഡിസ്റെസ്പെക്റ്റഡ് എഫ് ഇ ജിക്ക് ശേഷം നമ്മളുടെ രണ്ടാമത് വരുന്ന എഫ് ഇ ജി എന്ന് പറയുന്നത് എഫ് ഇ ജി വിത്ത് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. എഫ് ഇ ജി വിത്ത് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്കിവിടെ എന്ത് ചെയ്യാണ്, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എഫ് ഇ ജി കാണാം. ഓക്കെ, അപ്പോൾ എഫ് ഇ ജി നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ അതിൻ്റെ 50% കോൺസീക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റ് കൂടി നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. അതായത് നമ്മളുടെ ഫിബ് ടൂളിൽ നമുക്ക് എന്താണ്, ഫിബ് ടൂളോ അല്ലെങ്കിൽ നമ്മളുടെ ബോക്സ് ടൂളോ എന്താണ് നിങ്ങൾ സോണായിട്ട് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ആ ഒരു കോൺസീക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റ് കൂടി നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതുപോലെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എഫ് ഇ ജി ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യുന്നു, ആ ഒരു കോൺസീക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റിൻ്റെ മുകളിലായിട്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നത് പോലെ കാണിക്കും. ഓക്കെ, അതെന്ന് പറയുന്നത് വൺ ടൈപ്പ് ഓഫ് ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ അവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു, ആ ലോ കൂടെ ടേക്ക് ഔട്ട് ചെയ്ത് കോൺസീക്വൻറ്റ് എൻക്രോച്ച്മെൻ്റ് എന്ന് ട്രേഡ് എടുത്തിട്ടായിരിക്കും മുകളിലേക്ക് പോകുന്നത് പ്രൈസിൻ്റെ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ലോ ഇൻഡ്യൂസ്മെൻ്റ് ആയിരിക്കും. അതെന്ന് പറയുന്നത് ഇൻസൈഡ് ദ എഫ് ഇ ജി. അതായത് ഇൻസൈഡ് ദ എഫ് ഇ ജി, അത് ആ എഫ് ഇ ജിനെ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ്, ആ ഒരു ഇൻസൈഡിൽ ചെറിയ രീതിയിൽ ഒരു മിറ്റിഗേഷൻ തന്നിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതുപോലെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ലോ എന്ന് പറയുന്നത് എബോ എഫ് ഇ ജി. അതായത് ഇവിടെ എന്താണ്, നമുക്കൊരു 3 കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ ഒരു ബുള്ളിഷ് എഫ് ഇ ജി കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഇ ജിയുടെ മുകളിലായിട്ടൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൈസ് മുകളിലേക്ക് ഒരു മൊമെൻറ്റം കാണിക്കും. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യും, ആ ഇൻഡ്യൂസ്മെൻറ്റും ടേക്ക് ഔട്ട് ചെയ്യും. ആ ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യും, കോൺസീക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റും ട്രേഡ് എടുത്തിട്ടായിരിക്കും മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, വിത്ത് ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ, അതുപോലെ ബെയറിഷ് സെനാരിയോ നോക്കുകയാണെങ്കിൽ ബെയറിഷ് സെനാരിയോയിൽ എഫ് ഇ ജിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൈ ഫോമിലായിരിക്കും.
ഹൈ ബിലോ എഫ് ഇ ജിയും കൊടുക്കാം, ഇൻസൈഡ് എഫ് ഇ ജിയും ആയിട്ടും കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബെയറിഷ് ആയിട്ടുള്ള ഒരു ഇംബാലൻസ് ഇവിടെ ഫോമായി, ബെയറിഷ് ഇംബാലൻസ് ഫോമായി. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡ്യൂസിമെൻ്റ് എങ്ങനെയാണ്, പ്രൈസ് താഴെ വന്നു, അതിനുശേഷം ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്യുന്നു, താഴേക്ക് പോകുന്നു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു, ആ ഒരു ഹൈയും ടേക്ക് ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് ട്രേഡ് എടുത്തിട്ട് പ്രൈസ് താഴേക്ക് പോകുന്നു. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബെയറിഷ് ആയിട്ടുള്ള ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് എഫ് ഇ ജിയുടെ, അതായത് കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൻ്റെ താഴെയായിട്ട് പ്രൈസ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം പ്രൈസ് താഴേക്ക് വരുന്നു. വീണ്ടും പ്രൈസ് എന്ത് ചെയ്യുക, ഇൻഡ്യൂസ്മെൻറ്റും കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റും കൂടി ടേക്ക് ഔട്ട് ചെയ്തിട്ട് പ്രൈസ് താഴേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എഫ് ഇ ജി വിത്ത് ഇൻഡ്യൂസ്മെൻറ്റ് റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ കൂടി നോക്കുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ നിങ്ങൾ ഈ ഒരു ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള നമുക്ക് എന്താണ്, ഇവിടെ ഒരു എഫ് ഇ ജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബുള്ളിഷ് ആയിട്ട് നമുക്ക് എന്താണ്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇത് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും നോക്കുകയാണ്. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എക്സ്പാൻഷൻ, തേർഡ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ശരിക്കും എന്താണ്, ഒരു ബ്രേക്കും തന്നിട്ടുണ്ട്, ഒരു എക്സ്പാൻഷൻ ക്യാൻഡിൽ പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ എന്താണ്, ഇത് ഒരു ലോ പ്രോബബിലിറ്റിയാണ്. ഓക്കെ, ഒരു ലോ പ്രോബബിലിറ്റിയാണ്. പക്ഷേ എന്താണ്, ഇവിടെ പ്രൈസ് നോക്കൂ നിങ്ങൾ, പ്രൈസ് ഈ ഒരു ഇത് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്താണ്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ആസ് യൂഷ്വൽ നമ്മൾ ലോജിക്കലി നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതെന്താണ്, ഒരു സ്ട്രോങ്നെസ് കാണിക്കുന്ന ക്യാൻഡിൽ തന്നെയാണ്. ഓക്കെ, ഒരു സ്ട്രോങ്നെസ് കാണിക്കുന്ന ക്യാൻഡിൽ തന്നെയാണ്. പക്ഷെ എന്താണെന്നു, പ്രൈസ് മുകളിൽ വന്നിട്ട് താഴെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, മുകളിൽ പോയിട്ട് എന്ത് ചെയ്തു, ഫെയിൽ ടു ക്ലോസ് ആയിട്ട് നിന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ എഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ ഒരു എഫ് ഇ ജിയുടെ 50% കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൻ്റെ മുകളിലായിട്ടൊരു ലോ ക്രിയേറ്റ് ചെയ്താൽ ഇതൊരു ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഒരു എഫ് ഇ ജി ആകും. ബിക്കോസ് ഓഫ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഫ് ഇ ജിയുടെ 50% മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിലായിട്ട് അതായത് 50% കോൺസിക്വൻ്റ് എൻക്രോച്ചിൻ്റെ മുകളിലായിട്ടൊരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി ഇവിടെ ഫോം ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു കൺഫേമിങ് ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ഒരു സ്ട്രോങ് ക്യാൻഡിൽ ആണെങ്കിലും നമ്മൾ ഈ ഒരു സെനാരിയോ നോക്കുന്ന സമയത്ത് ഇതൊരു ഹൈ പ്രോബബിൾ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്, അല്ലെങ്കിൽ ഒരു എഫ് ഇ ജി ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ 50% കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് എന്നായിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പുൾ ബാക്ക് ലോ റൈറ്റ് ഹിയർ. ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം, നമ്മളുടെ റിസ്ക് എത്രയാണോ അതിൻ്റെ 1:2 എന്നുള്ള രീതിയിൽ, അതായത് നമ്മളുടെ നമുക്ക് റീസെൻ്റ് ആയിട്ട് റൈറ്റ് ഹിയർ ഈ ഒരു റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ തൊട്ട് മുകളിലായിട്ട് എന്താണ്, റൈറ്റ് ഹിയർ ഇവിടെ എന്താണ്, ഒരു ഇംബാലൻസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഇംബാലൻസിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻ്റ് ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത് നമുക്കെന്താണ്, ഒരു എഫ് ഇ ജി ഫോം ആയി കഴിഞ്ഞാൽ ആ എഫ് ഇ ജിയുടെ 50% കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൻ്റെ മുകളിലായിട്ട്, അതായത് കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൻ്റെ മുകളിലായിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോക്കൂ, എഫ് ഇ ജി ക്രിയേറ്റ് ആവുന്നു. അവിടെ എന്താണ്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആവുന്നു. ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത് കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൻ്റെ മുകളിലായിട്ട് ഒരു ലോ ക്രിയേറ്റ് ആവുന്നു. അതിനുശേഷം ആ പ്രൈസ് എന്ത് ചെയ്യുന്നു, ആ ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കാൻ വേണ്ടി വരും. ആ വരുന്നതിൻ്റെ കൂടെ തന്നെ പ്രൈസ് എന്ത് ചെയ്യും, റൈറ്റ് ഹിയർ ഇവിടുത്തെ എഫ് ഇ ജി കൂടി ഫില്ല് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റിയിലേക്കായിട്ട് പ്രൈസ് പോകുന്നത്. അങ്ങനെ കഴിഞ്ഞ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിൽ നമ്മൾ ഇൻഡ്യൂസ്മെൻറ്റ് ഇൻസൈഡ് ദ എഫ് ഇ ജി ആണ് പറഞ്ഞതെങ്കിൽ, ഈ ഒരു റിലേറ്റീവ് എക്സാമ്പിളിൽ ബെയറിഷ് സെനാരിയോയിൽ ഇൻഡ്യൂസ്മെൻറ്റ് ഔട്ട് സൈഡ് ദ എഫ് ഇ ജി ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മേജർ ആയിട്ടുള്ള ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്ത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് പ്രൈസ് ഡൗൺ സൈഡായിട്ട് എന്ത് ചെയ്തു, ഇവിടെ നമുക്കൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ഇംബാലൻസ് തന്നിട്ടുണ്ട്.
ഓക്കെ, ബെയറിഷ് ആയിട്ട് നമുക്കെന്താണ് ഒരു ഇംബാലൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ബെയറിഷ് ഇംബാലൻസിനെ നമ്മൾ നോക്കിയാൽ എന്താണ്, ദർ ഈസ് സ്റ്റാർട്ടിംഗ് ക്യാൻഡിൽ, അതായത് ക്രിയേഷൻ ക്യാൻഡിൽ, എക്സ്പാൻഷൻ ക്യാൻഡിൽ, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ക്ലോസിംഗ് ക്യാൻഡിൽ എന്ന് പറഞ്ഞ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ലോനെ ബോഡിയോടുകൂടി ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ദാറ്റ് മീൻസ് അവിടെ വീക്ക്നെസ് ആണ്. അതുകൊണ്ട് എന്താണ്, ദർ ഈസ് എ പ്രോബബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് പ്രൈസ് ഈ ഒരു FEGയിലേക്ക് വന്നിട്ട് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി, നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏതായിരിക്കും, റൈറ്റ് ഹിയർ ഈ ഒരു ലോൻ്റെ താഴെ എന്താണ്, ദർ ഈസ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഫുള്ളി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. ബിക്കോസ് ഓഫ് എന്താണ്, പ്രൈസ് ഇവിടെ എന്താണ്, ദർ ഈസ് അക്യുമുലേഷൻ ആണ്. ഓക്കെ, ഒരു അക്യുമുലേഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ദർ ഈസ് അനദർ FEG റൈറ്റ് ഹിയർ. ഈ ഒരു FEGയുടെ ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഈ ഒരു ലോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടെ, പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കിവിടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് നമുക്കിവിടെ ബെയറിഷ് ആയിട്ടുള്ള FEG തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡ്യൂസ്മെൻറ്റ് ഏത് ഫോമിലാണ് വരുന്നത് നോക്കിയാലോ, പ്രൈസ് എന്ത് ചെയ്യും, താഴേക്ക് വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രൈസ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, കണ്ടോ, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ബെയറിഷ് സെനാരിയോയിൽ ഹൈ ആയിരിക്കും ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, പ്രൈസ് ഇതിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഹൈ ക്രിയേറ്റ് ചെയ്യുക മീൻസ് ഹൈ ലിക്വിഡിറ്റി. ഓക്കെ, ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി. ഈ ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് FEGയുടെ താഴെയായിട്ടാണ്, ഔട്ട് സൈഡാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഈ FEG കുറച്ചുകൂടി സ്ട്രോങ്ങർ ആകും. ഓക്കെ, അപ്പോൾ നമ്മളുടെ എങ്ങനെയായിരിക്കും എൻട്രി സെനാരിയോ വരേണ്ടത്, നമ്മളുടെ എൻട്രി സെനാരിയോ എപ്പോഴും വരേണ്ടത് നമ്മളുടെ ആ ഒരു FEGയുടെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിലായിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. നമ്മളുടെ റിസ്ക് എത്രയാണോ അതിൻ്റെ ഡബിൾ, അതായത് 1:2 ആയിരിക്കണം നമ്മളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, നമുക്കൊരു FEG ക്രിയേറ്റ് ആവുന്നു. FEGയുടെ തൊട്ട് മുകളിലായിട്ട് അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് എന്താണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഫോമിൽ എന്ത് ക്രിയേറ്റ് ആവുന്നു, ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുന്നു. പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് FEG മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇൻഡ്യൂസ്മെൻറ്റ് മുകളിലോ താഴെയോ അല്ലെങ്കിൽ 50% കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിൻ്റെ മുകളിലോ താഴെയായിട്ടുള്ള FEGസിനും ഹയർ പ്രോബബിലിറ്റി ആയിരിക്കും. അങ്ങനെ നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലോവർ ടൈം ഫ്രെയിം FEG എന്ന് പറയുന്നത് FEG ഓവർലാപ്പിംഗ് വിത്ത് അനദർ PDRA. ഇവിടെ നിങ്ങൾ നോക്കുന്ന അനദർ PDRA എന്ന് പറയുന്നത് 2 PDRAs ആണ്, ഒന്ന് ഓർഡർ ബ്ലോക്കും ഒന്ന് ബ്രേക്കർ ബ്ലോക്കും. ഓക്കെ, ഇവിടെ എങ്ങനെയാണ്, FEG ഓർഡർ ബ്ലോക്കിൻ്റെ ഉള്ളിലൂടെ ഓവർലാപ്പായി പോകുന്ന FEGയും അതുപോലെ ഒരു FEG ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഉള്ളിലൂടെ ഓവർലാപ്പായി പോകുന്ന FEGയും ഹയർ പ്രോബബിൾ ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓർഡർ ബ്ലോക്കിൻ്റെ ക്രൈറ്റീരിയാസ് ആണ്. ഓർഡർ ബ്ലോക്കിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്ന് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ്. 2 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്. മൂന്നാമത്തെ എന്താണ്, അതിലൊരു FEG ഉണ്ടായിരിക്കണം. നാലാമത്തേതെന്ന് പറയുന്നത് ക്യാൻഡിൽ ക്ലോസോടുകൂടി, അതായത് ക്യാൻഡിലിൻ്റെ ബോഡിയോട് കൂടിയിട്ടൊരു ബ്രേക്ക് വേണം. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ്. അത് മാച്ചായി കിട്ടുന്ന ഒരു ഓർഡർ ബ്ലോക്ക്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക്, FEG, OB. ഓക്കെ, അങ്ങനെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നോക്കൂ നിങ്ങൾ. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിലാണ്. ഓക്കെ, ഈ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ഓവർലാപ്പ് ആയി പോകുന്നത് ഈ ഒരു FEGയുടെ ഉള്ളിലൂടെയാണ്. ഓക്കെ, ഈ ഒരു FEGയുടെ ഉള്ളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ ബുള്ളിഷ് OB ഓവർലാപ്പിംഗ് ടു FEG. അതുകൊണ്ട് ഈ ഒരു FEG എന്ന് പറയുന്നത് ഹയർ പ്രോബബിൾ ആയിരിക്കും. ബിക്കോസ് ഓഫ് ഓർഡർ ബ്ലോക്കിൻ്റെ ഈ ഒരു ലൈൻ കണ്ടോ നിങ്ങൾ, നമ്മൾ സോണായിട്ടും എടുക്കാം ലൈനായിട്ടും എടുക്കാം. ഈ ലൈൻ എന്ന് പറയുന്നത് FEGയുടെ ഉള്ളിലൂടെ സ്മൂത്തായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബാരിയറും ഇല്ലാതെ സ്മൂത്തായിട്ട് ഓവർലാപ്പായി പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു FEG എന്ന് പറയുന്നത് ഹയർ പ്രോബബിൾ ആയിട്ടുള്ള FEG ആണ്. സെയിം നമ്മളെന്താണ് ബെയറിഷ് സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഉള്ളിലൂടെ ഓവർലാപ്പായി പോകുന്നുണ്ട്. അതായത് ബെയറിഷ് OB ഓവർലാപ്പിംഗ് FEG. ഇതാണ് നമ്മൾ FEG ഓവർലാപ്പിംഗ് വിത്ത് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഓർഡർ ബ്ലോക്കിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ആ ഒരു FEG അല്ലെങ്കിൽ FEGയുടെ ഉള്ളിലൂടെയാണ് ഈ ഓർഡർ ബ്ലോക്ക് പോകുന്നതെങ്കിൽ ആ FEG ഹയർ പ്രോബബിൾ ആയിരിക്കും. ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഫെയിൽഡ് ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുമ്പോഴാണ് അതൊരു ബ്രേക്കർ ബ്ലോക്ക് ആവുന്നത്. ആ ബ്രേക്കർ ബ്ലോക്ക് ഫെയിൽ ആവുന്നത് എങ്ങനെയായിരിക്കണം, ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് രീതിയിലായിരിക്കണം.
ഫെയിലാവുന്നത്. ആ ഓർഡർ ബ്രേക്കർ ബ്ലോക്ക് ഓവർലാപ്പ് ആയി പോകുന്നതും എങ്ങനെയായിരിക്കണം? ഒരു FEGയുടെ ഉള്ളിലൂടെ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, ബുള്ളിഷ് ആയിട്ടുള്ള ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഇതെന്താണ്? ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ബ്രേക്കറാണ്. ഓക്കെ, ബുള്ളിഷ് ആയിട്ടുള്ള ബ്രേക്കർ എന്ന് പറയുന്നത് അത് ബെയറിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ ഫെയിലാണ് ബുള്ളിഷ് ആയിട്ടുള്ള ബ്രേക്കർ ബ്ലോക്ക് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിലായപ്പോഴാണ് ഇത് ബെയറിഷ് ആയിട്ടുള്ള ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാറിയത്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഓർഡർ ബ്ലോക്കും ബ്രേക്കർ ബ്ലോക്കും FEGയുടെ ഉള്ളിലൂടെ ഓവർലാപ്പ് ആയിട്ട് പോകണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഈ ഒരു ചാർട്ട് എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു ഫോർമേഷൻ വന്നിട്ടുണ്ട്. ബിക്കോസ് ഓഫ് നോക്കുകയാണെങ്കിൽ എന്താണ്? ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് റൈറ്റ് ഹിയർ. ഓക്കെ, നമുക്കെന്താണ്? ഒരു ക്യാൻഡിൽ ക്ലോസോടുകൂടി നമുക്കെന്താണ്? ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ടാണ്. ഓക്കെ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് റൈറ്റ് ഹിയർ. ഓക്കെ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെന്താണ്? ദർ ഈസ് എ റിജക്ഷൻ ബ്ലോക്ക് റൈറ്റ് ഹിയർ. ഓക്കെ, റിജക്ഷൻ ബ്ലോക്ക് റൈറ്റ് ഹിയർ. ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ നിന്നാണ് ആക്ച്വലി എന്താണ് നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ റിജക്ഷൻ ബ്ലോക്ക് ഇനി ഇവിടുന്ന് വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ എന്താണ്? ദർ ഈസ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്താണ് നമുക്ക് ആ റിജക്ഷൻ ബ്ലോക്ക് വന്നത്. ഈ റിജക്ഷൻ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ബെയറിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ, ഓക്കെ, ബെയറിഷ് ക്യാൻഡിലിൽ നമ്മൾ ബെയറിഷ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിന് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? നോക്ക് നിങ്ങൾ, ഇതാ നമ്മളുടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ലോ എന്ന് പറയുന്നത് ഈ ഒരു FEG ആയിട്ട് ഓവർലാപ്ഡ് ആയിട്ടാണ് പോകുന്നത്. കണ്ടോ നിങ്ങൾ? നമ്മളുടെ ഈ ഒരു FEG ആയിട്ട് ഓവർലാപ്ഡ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, FEG ഈ കളർ കൊടുക്കാം. ഓക്കെ, FEG ഓവർലാപ്ഡ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്? ഈ ഒരു FEG എന്ന് പറയുന്നത് ഹയർ പ്രോബബിലിറ്റി ആയിട്ടുള്ള ഒരു FEG ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എൻട്രി ക്രൈറ്റീരിയ എപ്പോഴും ഇവിടെ നിന്നായിരിക്കണം വരേണ്ടത്? അതിൻ്റെ 50% കോൺസിക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റിലായിരിക്കണം നമ്മളുടെ എൻട്രി വരേണ്ടത്. സ്വിംഗ് ലോൻ്റെ മുകളിലായിട്ടായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. അതുപോലെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഈക്വൽ ലോ. ഓക്കെ, റിലേറ്റീവ് ഈക്വൽ ലോ, ദാറ്റ് മീൻസ് ഈ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കണം നമ്മളുടെ എന്തായിട്ട് വരേണ്ടത്? നമ്മളുടെ ടാർഗറ്റ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെച്ച ഈ ഒരു സെനാരിയോ നോക്കിയാൽ എന്താണ്? നമുക്ക് ദർ ഈസ് ഒരു ഓർഡർ ബ്ലോക്കിന് വേണ്ട, അതായത് സ്ട്രക്ചർ ബ്രേക്ക്, അതുപോലെ തന്നെ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഉണ്ട്, ദർ ഈസ് FEG ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഒരു മേജർ ആയിട്ടുള്ള ഒരു റിജക്ഷൻ ബ്ലോക്കിൽ നിന്ന് റിജക്ഷൻ എടുത്തിട്ടാണ് പ്രൈസ് താഴേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ലാസ്റ്റ് ഈ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു FEGയുടെ ഉള്ളിലൂടെ ഓവർലാപ്ഡ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു FEG എന്ന് പറയുന്നത് എന്താണ്? ഹയർ പ്രോബബിളാണ്. അതുകൊണ്ട് നമ്മളുടെ എൻട്രി വരുന്നത് എപ്പോഴും എവിടെയായിരിക്കും? ആ ഒരു FEGയുടെ 50% കോൺസിക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റിലായിരിക്കും. നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും ഏതായിരിക്കും? നമ്മൾ പ്രൈസ് ഇനി പോകാനുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അങ്ങനെ നമ്മൾ ഓർഡർ ബ്ലോക്ക് സെനാരിയോയ്ക്ക് ശേഷം ഇനി നമ്മളൊരു ബ്രേക്കർ ബ്ലോക്ക് സെനാരിയോ നോക്കുകയാണെങ്കിൽ എന്താ? ഞാൻ പറഞ്ഞു ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ബ്ലോക്കിൻ്റെ ഫെയിൽഡ് വേർഷനാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് നമുക്കിവിടെ കാണാം. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ്, ഓക്കെ, വിക്കോട് കൂടിയിട്ട് സ്വീപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ടു അപ്സൈഡ്, ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് മൂവോട് കൂടിയിട്ട് നമുക്ക് മുകളിലേക്ക് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? നമ്മളുടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ ഏത് ക്യാൻഡിലാണ് എടുക്കുന്നത്? നമ്മളൊക്കെ എടുക്കുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഓക്കെ, ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്കിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് ഹിയർ നമ്മളിവിടെ ഓർഡർ ബ്ലോക്കിനായിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, ഞാൻ ഇവിടെ എന്താണ്? ഒരു ലൈനായിട്ടാണ് കൊടുത്തത്. ഇവിടെ സോണായിട്ട് കൊടുക്കുകയാണെങ്കിൽ റൈറ്റ് ഹിയർ ഇങ്ങനെയായിട്ട് നമുക്ക് സോണായിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് എന്ത് ചെയ്യുന്നു? ഓർഡർ ബ്ലോക്കിനെ ഫെയിൽ ചെയ്യുന്നു. ഓക്കെ, ഫെയിൽ ചെയ്യുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ പ്രൈസ് താഴെ വന്ന് FEG ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റം കൊടുത്തു.
ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രൈസ് കണ്ടിന്യൂസ്ലി ബ്രേക്ക് ചെയ്യുന്നു. ഈ ബ്രേക്ക് ചെയ്തത് നോക്കൂ, ഈ ഒരു ലൈൻ നോക്കൂ നിങ്ങൾ, ഇതാണ് നമ്മളുടെ ഓർഡർ ബ്ലോക്കിൻ്റെ ലൈൻ. ഈ ലൈൻ ബ്രേക്ക് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് എന്താണ്, ഇവിടെ എഗെയിൻ നമുക്ക് എന്ത് കാണാം, ദർ ഈസ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. ഓക്കെ, റൈറ്റ് ഹിയർ നമുക്ക് എന്താണ്, ഇവിടെ എഗെയിൻ നമുക്കിവിടെ ഒരു FEG കാണാം. ഇതാണ് നമ്മളുടെ ഹയർ പ്രോബബിലിറ്റി FEG. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്, നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പോട് കൂടി ഒരു സ്ട്രക്ചർ ബ്രേക്കിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ആ ഓർഡർ ബ്ലോക്ക് ഫെയിലായി, അതായത് ഓർഡർ ബ്ലോക്ക് ഡിസ്റെസ്പെക്റ്റഡ് ആയി. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡിസ്റെസ്പെക്റ്റഡ് ആയി ബിക്കോസ് ഓഫ് ഈ ഒരു ലോ ടേക്ക് ചെയ്തു വിത്ത് ക്യാൻഡിൽ ക്ലോസോടുകൂടി. അങ്ങനെ നമുക്ക് എന്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇവിടെ ദർ ഈസ് ഒരു FEG ക്രിയേറ്റ് ആയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, FEGയുടെ 50% കോൺസീക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റ്. അതിനുശേഷം ടാർഗറ്റ് എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക് ഏതാണ്, ടാർഗറ്റ് എന്ന് പറയുന്നത് മിനിമം 1:2. ഓക്കെ, 1:2 അല്ലെങ്കിൽ 1:2യുടെ മുകളിലേക്കായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഓർഡർ ബ്ലോക്ക് ഫെയിലാവണം. ആ ഓർഡർ ബ്ലോക്ക് ഫെയിലായി കഴിഞ്ഞാൽ ആ ഓർഡർ ബ്ലോക്കിൻ്റെ, നമ്മൾ ഓർഡർ ബ്ലോക്ക് വരച്ച് വെച്ചിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ ഓർഡർ ബ്ലോക്ക് വരച്ച് വെച്ച ഒരു ഏരിയയുടെ ഓവർലാപ്പ് ആയും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു FEG ഫോർമേഷൻ ഇവിടെ വേണം. ആ FEG ആയിരിക്കും ഹയർ പ്രോബബിൾ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ. അതിനുശേഷം ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി, പ്രൈസ് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു. നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ഓർഡർ ബ്ലോക്കിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്ത സമയത്ത് ക്രിയേറ്റ് ആയ FEG ആണ് റൈറ്റ് ഹിയർ. ഓക്കെ, ഡിസ്റെസ്പെക്റ്റ് ആയ സമയത്ത് ക്രിയേറ്റ് ആയ FEG എന്ന് പറയുന്നത് ഹൈ പ്രോബബിൾ ആയിട്ടുള്ള FEG ആയിരിക്കും. കാരണം ഒരു PDRAനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു PDRA ആണ് അത്. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രൈസ് ആ ഒരു PDRA അട്രാക്റ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും പ്രൈസ് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണ് ആ ഏരിയയിലേക്കായിട്ട് പോകുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നോക്കിയാൽ, നമ്മളിപ്പം പറഞ്ഞതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ആദ്യം തന്നെ FEG എന്താണെന്ന് നമ്മൾ പറഞ്ഞു, FEGയുടെ ഫോർമേഷൻ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, FEG എന്താണെന്ന് ആദ്യം പറഞ്ഞു, അതിൻ്റെ ലോജിക്ക് എന്താണ്, ഓക്കെ, അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം എന്താണ്, അതിനുശേഷം അതിൻ്റെ ഫോർമേഷൻ നമ്മൾ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു തേർഡ് ക്യാൻഡിലിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ക്രിയേറ്റിംഗ് ക്യാൻഡിൽ, എക്സ്പാൻഷൻ ക്യാൻഡിൽ, അതുപോലെ കൺക്ലൂഷൻ ക്യാൻഡിൽ, ഈ ക്യാൻഡിൽസ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ് പറഞ്ഞത്, ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന്, അതുപോലെ മീഡിയം ടൈം ഫ്രെയിം, ലോവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമും മീഡിയം ടൈം ഫ്രെയിമുമാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലും മീഡിയം ടൈം ഫ്രെയിമിൽ FEG ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ലോവർ ടൈം ഫ്രെയിമിലായിരിക്കണം എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ എന്താണ്, ലോവർ ടൈം ഫ്രെയിം എപ്പോഴും ലോവർ പ്രോബബിലിറ്റി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, എത്രയും ഹയർ പ്രോബബിൾ ആയിട്ടുള്ള FEGs മാത്രമേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള 3 FEGs ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ഒന്ന് എന്ന് പറയുന്നത് ഒരു PDRAനെ അല്ലെങ്കിൽ ഒരു FEGനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് FEG ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ FEG ഡിസ്റെസ്പെക്റ്റഡ് ടു അനദർ PDRA എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ എന്താണ്, BPR ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ഇൻക്ലൂഡ് ആണ്. ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് FEG വിത്ത് ഇൻഡ്യൂസ്മെൻറ്റ്. അതിൽ തന്നെ 2 ഉണ്ട്, FEG ഇൻസൈഡ് ദ FEG അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് ഇൻസൈഡ് ദ FEG ആൻഡ് ഇൻഡ്യൂസ്മെൻറ്റ് ഔട്ട്സൈഡ് ദ FEG. അതിനുശേഷം എന്താണ്, FEG ഓവർലാപ്ഡ് ഇൻ ടു അനദർ PDRA, അത് ഓർഡർ ബ്ലോക്ക് ആവാം, ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ വെച്ച് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, 1-2 പ്രാവശ്യം ഈ വീഡിയോ കാണുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ കണ്ടെത്തും. ഓക്കെ, താങ്ക് യു.